യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പെറ്റാ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ പെറ്റാ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാത എന്നുമോടും ഞാൻ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാത എന്നുമോടും ഞാൻ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ യോർദാൻ സമമന ശോധനയിൽ വീണു പോകാതെ യോർദാൻ സമമന ശോധനയിൽ വീണു പോകാതെ ആർപ്പിൻ ജയധ്വനിയോട് കാത്തുപാലിക്കുന്ന സ്നേഹമചര്യം ആർപ്പിൻ ജയധ്വനിയോട് കാത്തുപാലിക്കുന്ന സ്നേഹമചര്യം യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഓരാ ഭയങ്കര കാറ്റുമലയിൽ കൊടിയതർ വരും നേരത്തിൽ ഓരാ ഭയങ്കര കാറ്റുമലയിൽ കൊടിയതർ വരും നേരത്തിൽ കാക്കും കരങ്ങളാൽ ചേർത്തു മാറുണച്ച സ്നേഹം നിത്യം പാടും ഞാൻ കാക്കും കരങ്ങളാൽ
മേളാൽ ചേർത്തു മാറണച്ച സേവം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. തള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, പെറ്റ തള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവപാത എന്ന് പോലും ഞാൻ, താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവപാത എന്ന് പോലും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ, ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പയ്യനായി വേല ചെയ്യും ഞാൻ, ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പയ്യനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമവന ശോധനയിലും താഴ്ന്നു പോകാതെ, യോർദാൻ സമവന ശോധനയിലും പോകാതെ, ആത്മജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമഞ്ചര്യം, ആത്മജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമഞ്ചര്യം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ.
ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ. കാതൽ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. കാതൽ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയ പൊന്മുഖം. കണ്ണും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കൂ. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചാടുചാടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോൾ. ചാടുചാടെ ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോൾ. മാറിൽ പാർത്തിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. മാറിൽ പാർത്തിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കൂ. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കൂ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ
കാണുന്ന നാളിൽ പ്രിയപ്പെടുവാൻ അവൻ ചേരുന്ന വേഗത്തിൽ ഇമ്പ വീടതിൽ കാണുന്ന നാളിൽ പ്രിയപ്പെടുവാൻ യേശുവാണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ ആസന്നമായി പ്രിയരേ ഒരു കാലം ആസന്നമായി പ്രിയരേ ഒരു കാലം ശാപവും ഭൂകമ്പവും അടിക്കടി ഉയർത്തുന്നു ശാപവും ഭൂകമ്പവും അടിക്കടി ഉയർത്തുന്നു യേശുവരാൽ കാലമായി ഒരു കാലം ശുദ്ധിയോടെ യേശുവരാൽ കാലമായി ഒരു കാലം ശുദ്ധിയോടെ വേഗത്തിൽ ശാശ്വതവാസിയും പരിശുദ്ധനാവുള്ളവ് ഈ നമ്മുടെ മധ്യമുള്ളതിനാല് ഹല്ലേലൂയ. രാജാതിരാജാവായവേ, കർത്താതി കർത്താവായവേ, താൻ മാത്രം വർദ്ധതയുള്ളവേ, അടുത്തുവിടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവേ, ഈ രാത്രികാലം നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുകയോ ആരാധനയ്ക്ക് യോഗ്യനായവേ, പുസ്തകത്തിന് മുദ്രപൊട്ടിപ്പോ യോഗ്യനായ അറുക്കപ്പെട്ട കുഞ്ഞാട് ഈ രാത്രികാലം അനാധികാരങ്ങൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി യാഗമായി തീർന്നവേ.
ഹല്ലേലൂയ. അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി കാൽവരി കൊരമരത്തിൽ ഊറ്റിയവ്. ഓ നമ്മുടെ രക്ഷകനായ യേശു ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെ രാത്രികാലം സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ പാദപീഠത്തിൽ ഈ രാത്രികാലം നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജസ്റ്റ് സിസ്റ്ററും പ്രാർത്ഥിച്ചാണ്. Praise the Lord Jesus. ജൂഡരബനരികമലകതലബൗഡമനാദികല ജൂഡമനരികലകതലകശംഭമനാദികരാതലവ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നതാണ്. ഓ ജീസസ്. നല്ല ദൈവമേ, സ്തോത്രം വെള്ളിയാഴ്ച രാത്രികാലം തിരുസാന്നിധ്യത്തിൽ പറവിൽ കടന്നു വരുവാൻ സ്തോത്രം ചെയ്യുന്നു. മരിച്ചവരും മോനിതരങ്ങിയവരാരും ഹോമേ സ്തുതിക്കാതിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹികളായി കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ ആരാധിപ്പാൻ ഗുണം. വാഴ്ത്തുക എന്റെ സർവന്തരംഗമേ അവന്റെ വിസ്തുനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. ദൈവം ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങൾക്കും ഇന്ന് രാത്രികാലം നന്ദിയുള്ളവരായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രികാലം ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ച് ബലപ്പെടുവാൻ ഒരുപോലെ പ്രാപിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു മറിയാതെ വന്നുപോയ എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിക്കണമേ. നിരൂപണങ്ങളിലോ ഹല്ലേലൂയ വിചാരങ്ങളിലൊക്കെ വന്നുപോയ എല്ലാ പാപങ്ങളും കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ച് രാത്രികാലം തങ്ങളുടെ താഴ്ന്നങ്ങളെ കഴുകുമാറാകേണം. സംസാരിക്കുന്ന അങ്ങയുടെ പുണ്യാഹ രക്തം കൊണ്ട് രാത്രികാലം കഴുകുമാറാകണമേ. രാത്രികാലം ആരാധനയ്ക്ക് തടസ്സമായി, അനുഗ്രഹത്തിന് തടസ്സമായി, വിടുതലിന് തടസ്സമായുള്ള എല്ലാ കുറവുകളും കർത്താവ് ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു സഭയോ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്ക് പാടുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ സ്തോത്രം പ്രാർത്ഥിപ്പാൻ മക്കളെ അധികാരപ്പെടുത്തണമേ. നല്ല സങ്കീർത്തന ഭാഗത്തെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുവാൻ നിൽക്കണം. നല്ല സാക്ഷ്യത്തെ എഴുന്നേൽപ്പിക്കണമേ. നല്ല പ്രബോധനത്തെ നൽകണം കർത്താവേ. കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു രാത്രികാലമായി തീരുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗമിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഇന്ന് രാത്രികാലം അവരുടേതായ ഹൃദയത്തിൽ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വേദനയോടെ ഭാരത്തോട് ഹൃദയത്തോടെ കർത്താവേ രാത്രികാലം വെറുതെ ദൈവം മടക്കി എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ് ഹല്ലേലൂയ ഭാരമാറിയവരായി കൊട്ടമിട്ടഴിഞ്ഞവരായി ദൈവത്തിന് സന്തോഷം പ്രാപിച്ചു മടങ്ങുവാൻ കേരളത്തിന്റെ വിഭാഗങ്ങളിലൊക്കെ സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളും വിഷയങ്ങളും ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. രാത്രികാലം ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സ്തോത്രം. ദൈവിക ചിന്താബോധത്തോടെ ദൈവസന്നിധി ഞങ്ങളെ ഇരുത്തുമാറാകണമേ. ഹല്ലേലൂയ. ഭയത്തോടെ ഭക്തിയോടെ അനുഗ്രഹം പ്രാപിച്ച് രാത്രികാലം ഞങ്ങൾ മടങ്ങുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. അല്പസമയത്തിന് പാലപ്പെടുത്തി ഞങ്ങളായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചാട്ട് മഹത്വം അങ്ങയുടെ താട്ട് യേശുപ്പുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഏതോ നീ പ്രാർത്ഥന കേട്ടിത്തരവരുടെ മാറാകണമേ. ആമേൻ. Praise the Lord Jesus. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്നായ പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്ര രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ജീവനോട്
സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം ത്രയോ പേർ കർത്താവേ. കർത്താവേ മാറ്റപ്പെട്ട് മൺമറഞ്ഞു മാറിയപ്പോൾ എൻ്റെ അപ്പച്ചൻ കർത്താവേ നല്ല നായകനായി സഹായകനായി അങ്ങയുടെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എഴുതുന്നു. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയെങ്കിൽ നിവരെന്ന് പറയത്തക്കവണ്ണം കർത്താവേ. അപ്പച്ചൻ്റെ കരുണ കർത്താവേ ഞങ്ങളോട് കൂടെ കർത്താവേ. കഴിഞ്ഞ ആളുകൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം കടന്നു വന്നിരിക്കുന്നവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെങ്കിലും കർത്താവേ ഇന്ന് രാത്രി കാലം ഭാരത്തോടോ പ്രയാസത്തോടോ മധ്യയിലായിരിക്കുന്നില്ല കർത്താവേ. ഇന്ന് രാത്രി കാലം കർത്താവേ സ്തോത്രം ആരാധന കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവെ വളരെയധികം അനുഗ്രഹമാക്കി തീർക്കുമാറാണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച് ഇരട്ടി രാത്രി കാലം കടന്നു പോവാൻ ദൈവയുടെ ആക്കുമാറാകണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം രാത്രി കാലം ഞങ്ങളെ പാടുവാൻ ദൈവം ബലപ്പെടുത്തിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം കർത്താവെ. പ്രാർത്ഥിപ്പാൻ ദൈവം ബലപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. രാത്രി കാലം നല്ല സങ്കീർത്തനത്തെ ദൈവം നൽകി തരുമാറാകണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിനോട് ഞങ്ങൾ വചനം ഘോഷിപ്പാൻ തന്റെ ഭൃത്തിനെ ദൈവം ബലപ്പെടുത്തുമാറാകണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം ഏതാത്മാവിനാൽ വചനം എഴുതിയിരിക്കുന്നു അതേ ആത്മാവിനാൽ തന്നെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി കർത്താവേ ഇന്ന് രാത്രി കാലം ഞങ്ങളോട് ഇടപെടുമാറാകണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച് ഇന്ന് രാത്രി കാലം മടങ്ങിപ്പോവാൻ ദൈവടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം അനുഗ്രഹപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ ദൈവടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷിയോട് ആക്കുവാൻ ദൈവടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലം ഞങ്ങളുടെ മധ്യ കർത്താസനായിരിക്കുന്നല്ലോ കർത്താവേ. സ്തോത്രം തന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയെ ദൈവം അനുഗ്രഹിച്ചാട്ട് കർത്താവേ. സ്തോത്രം അല്പസമയം ഞങ്ങളുടെ പാതവിടലായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വളരെയധികം അനുഗ്രഹമാക്കി തീർക്കുമാറാണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്ഥലമാനമൊത്തൻ്റെ യേശുപ്പച്ചൻ സമർപ്പിക്കുന്ന സ്ഥലം കാജ്യം വെച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം കേട്ടുത്തരണമേ. ആമേൻ. ഹല്ലേലൂയ. രാത്രികാലത്തെ തുടർന്നുള്ള ആരാധനയുടെയും അനുഗ്രഹത്തിനായി 121 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalms 121 121 സങ്കീർത്തനം. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനം 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് താണിരിക്കാം. പ്രൈസ് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വിശേഷികൾ കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ ഡി.സി. സമേലോ അവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്നും ആ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കാൻ തക്കവണ്ണം പാട്ടുപാടി ആരാധിക്കുമ്പോൾ മാത്രം ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ടല്ല. ആമേൻ. സ്തോത്രം. സ്തുതി സ്തോത്രയാഗങ്ങളെ ഇടപെടാതെ അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ ഈ രാത്രികാലം അവൻ്റെ സാന്നിധ്യം അക്ഷരീയമായി നമ്മുടെ മേൽ ഇറങ്ങി വരും. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ ആമേൻ അതിനെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ അവന് സഹായം വരുന്നത് അവൻ്റെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ്. സ്തോത്രം. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം ഇന്നയാളെന്നെ സഹായിച്ചു, അല്ലെങ്കിൽ ഇന്നയാളെന്നെ ആമേൻ സ്തോത്രം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നൊക്കെയും തോന്നിയാലും ദൈവത്തിൻ്റെ പൈതലേ വാസ്തവം അതല്ല. സ്തോത്രം. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കരങ്ങളിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിഗീതമുള്ളിടത്തേക്ക് ആമേൻ സ്തോത്രം തനിക്ക് ആമേൻ സ്തോത്രം ഇഷ്ടമുള്ളവർക്ക് വേണ്ടി അത് തിരിച്ചുവിടുന്ന ദൈവമാണ്.
നമ്മുടെ ദൈവം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എത്ര വട്ടം പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ സഹായമില്ലാതിരുന്ന, ആമേൻ, സഹായിപ്പാൻ ആരുമില്ലാതിരുന്ന വേളകളിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. സ്തോത്രം. നമുക്ക് വിടുതൽ തന്നു. ആ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കുമോ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. 124-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലുന്ന. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സ്തോത്രം. പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന, പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം. നീ സഹായമില്ലാതെ ഒരിക്കലും മടങ്ങി പോകുവാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ 25-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്നു തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. 123-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്വർഗത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക്. വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് കൂലി കൊടുക്കുമ്പോൾ പറഞ്ഞൊത്ത കൂലി ഉണ്ടോ എന്നുള്ളതാണ്. സ്തോത്രം. ദാസന്റെ നോട്ടം. സ്തോത്രം. ഹല്ലേലൂയ. ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും, ഹല്ലേലൂയ, നോക്കിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. അടുക്കള പണിയും, ഹല്ലേലൂയ, ആമേ, മറ്റുള്ള വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പറഞ്ഞൊത്ത കൂലി മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇച്ചിരി കൂടെ ഉണ്ടോ എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, ആമേ, ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആമേ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ, പർവ്വതത്തിലേക്ക് നീ ഒന്ന് കയറി ചെല്ലുമെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി കർത്താവ് മൃഷ്ടാന്ന ഭോജനം ഒരുക്കി വെച്ചിട്ടുണ്ട്. മട്ടൂറിയ വീഞ്ഞ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. സ്തോത്രം. 2-3 പേർ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും കടന്നു വരാവുന്ന ആമേ, സ്തോത്രം, അരുളിച്ചവനായി ദൈവം ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജനം കൂടുന്നത് അവ സിയോൻ പർവ്വതത്തിലാ. സ്തോത്രം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിനും. സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലാണെന്ന് വായിച്ചോ വേണമെങ്കിൽ. എവിടെ? പിന്നെയോ സിയോൻ പർവ്വതത്തിലും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിലും. ആരൊക്കെയുണ്ട് പർവ്വതത്തില്? അനേകായിരം ദൂതന്മാരുടെ സർവ്വ സംഘമുണ്ട്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയുണ്ട്. എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി അവിടെ ഉണ്ട്. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവുണ്ട് അവിടെ. ഹാബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തമുണ്ട്. അതുകൊണ്ട് ആരാധനയും കൂട്ടായ്മയും ഒന്നും മുടക്കരുതെന്ന് ഞാൻ എപ്പോഴും വിളിച്ചു പറയുന്നത്. സ്തോത്രം. സഭയിൽ ഒരു ആരാധന വെച്ചാൽ അവിടെ ഒക്കെ ഉണ്ടെന്നുള്ളത്, ആമേ, സ്തോത്രം, ശരിക്കും വീട്ടിൽ പോയി ഒന്നുകൂടെ ആ അധ്യായം ഒന്ന് പറഞ്ഞ് ആ വാക്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത്, സ്തോത്രം, ഒന്ന് വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കട്ടെ. സ്തോത്രം. എന്നിട്ട് ആരാധനയ്ക്ക് കടന്നു വരാതിരിക്കരുത്. വായിരും ബ്രദറെ. എബ്രായർ 12:22. പിന്നെയോ എബ്രായർ 12:22 മുതൽ
25 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി ശരിയായിട്ട് വായിക്കണം. സ്തോത്രം. ഉന്നതനായ ദൈവം സ്തോത്രം പർവ്വതത്തിന് മുകളിൽ ആമീൻ മൃഷ്ടാന്ന ഭോജനം ഒരുക്കി വെച്ചേക്കുക. മട്ടൂറിയ വീഞ്ഞ് കൊണ്ട് സ്തോത്രം നിന്നെ പുഷ്ടിപ്പെടുത്തുവാൻ, നിന്റെ ക്ഷീണങ്ങളെ മാറ്റുവാൻ എന്നൊക്കെ വേണം. ഹല്ലേലൂയ. നിന്നെ സ്തോത്രം ഹല്ലേലൂയ ഷൈൻ ചെയ്യിപ്പിക്കുവാൻ സ്തോത്രം ഹല്ലേലൂയ. നീ സ്തോത്രം ഇന്ന് ആമേൻ ഹല്ലേലൂയ സാമ്പാർ പാട്ട് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു സ്തോത്രം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. എങ്ങനെ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കണം? വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ ആമേൻ വിളക്കിൽ എന്തോ കൊടുക്കണം? ആമേൻ. സ്തോത്രം. എണ്ണ പകർന്നുകൊണ്ടേയിരിക്കണം. സ്തോത്രം. എണ്ണ പകരപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കരിന്തിരി കത്തുവാൻ കൂടെയാകും. അത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയല്ല. ദൈവത്തിൻ്റെ പൈതലേ ഞാനും നീ കർത്താവിന് വേണ്ടി ശോഭിക്കണം. നീതി സൂര്യൻ രോഗമ ശാന്തിയോടുകൂടെ നമ്മുടെ മേൽ ഉദിച്ചുയരണം. സ്തോത്രം ഹല്ലേലൂയ. ഇസ്രായേൽ നിന്റെ കാൽ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത്. നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നും വരെന്നേക്കും പരിപാലിക്കും. രക്ഷിക്കപ്പെട്ടു, സംഗതിയൊക്കെ ശരിയാ. സ്തോത്ര. സ്നാനപ്പെട്ടു, സംഗതിയൊക്കെ ശരിയാ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, സംഗതിയൊക്കെ ശരിയാ. ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ ദൈവമക്കളെ സ്തോത്ര. ആരാധന മുടക്കിയിട്ട് ദൈവത്തിന് ഹിതമില്ലാത്തടത്ത് പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദാമി സ്തോത്ര സ്വർഗീയ ദൂതന്മാർ നിന്റെ അടുക്കൽ വരത്തില്ല. നിനക്ക് കാവലായി വരത്തില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. വളരെ സൂക്ഷ്മതയോടെ വേണം ദൈവികമായ കാര്യങ്ങളിൽ നാം വ്യാപൃതരായിരിക്കാൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇസ്രായേലിൻ്റെ പരിപാലനം മയങ്ങാതെ ഉറങ്ങാതെ നിന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുക. നിന്റെ കാൽ കള്ളിൽ തട്ടിപ്പോകാതെ വേണം. വായിച്ചാട്ട് 91 സങ്കീർത്തനം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. തൂവലുകൊണ്ട് സ്തോത്ര മയങ്ങാതെ ഉറങ്ങാതെ തൂവലുകൊണ്ട് തന്നെ അവൻ നിന്നെ മറച്ചുകൊണ്ടിരിക്കുക. സ്തോത്ര. കോഴി തന്നെ കുഞ്ഞു കോഴിയെ ആമേൻ തൻ്റെ തൂവലുകളുടെ അടിയിൽ സ്തോത്രം ഹല്ലേലൂയ മറയ്ക്കുന്നത് പോലെ സ്തോത്ര. ഭ്രാന്തൻ പക്ഷി സ്തോത്ര അവൻ്റെ നേരെ അടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ദോഷം പറ്റാതെ വണ്ണം ആമേൻ ചിറകിൻ്റെ ഉള്ളിൽ മറയ്ക്കുന്നത് പോലെ കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്നെ മറച്ചു സൂക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നീ കർത്താവിൻ്റെ വഴി വിട്ട് ഇടതോട്ടും വലതോട്ടും മാറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സംഭവിച്ചാൽ കർത്താവിൻ്റെ ദൃഷ്ടി നിന്റെ മേൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. അവൻ്റെ ദൂതന്മാർ അവിടെ നിന്ന് അകന്നു പോകും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതകാലം വളരെ ഭയത്തോടെ കഴിക്കണം. താഴ്ത്തു വായിച്ചാട്ട്. കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും. നിന്റെ ഇടത്തും വലത്തും ഒക്കെ കുറെ എണ്ണം ഉരുണ്ട് വീണ് ചത്താലും ആമേൻ ദൈവത്തിന്റെ പൈതല് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം വരെ നിന്നെ തൊടാൻ ഒരു ദുഷ്ട ശക്തിക്ക് കഴിയും. വിശ്വാസമുള്ള ഒരു കരം ഉയർത്തി ദൈവത്തെ മഹത്വം. ആമേൻ. നിന്നെയും നിന്റെ മക്കളെയും നിന്റെ തലമുറകളെയും നിന്റെ മാതാപിതാക്കളെയും നിന്റെ സഹോദരങ്ങളെയും ഒക്കെയും സൂക്ഷിക്കുന്നവനായ ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാനും നീയും ആയിരിക്കുള്ള കാര്യം മറന്നു പോകരുത്. 91 സങ്കീർത്തനം 10 മുതലുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. അങ്ങനെ കാക്കണമെങ്കിൽ നീ എവിടെ ആയിരിക്കണം? കർത്താവിൻ്റെ വഴി തന്നെ ആയിരിക്കണം. സ്തോത്രം. ആമേൻ. ദുഷ്ടന്റെ വഴി പോയാൽ
എന്ത് സംഭവിക്കും? ദൂതന്മാർ അങ്ങോട്ട് വരത്തില്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞ വഴിയെ നടക്കണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ആരാധനയ്ക്കും കൂട്ടായ്മയും വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറഞ്ഞാൽ പൊക്കോണം. സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥന വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അടുത്തു, കർത്താവിൻ്റെ വരവടുത്തു എന്ന് സ്തോത്രം എല്ലാവരും പറയുന്നുണ്ടല്ലോ. എത്രത്തോളമായി നമ്മുടെ ഒരുക്കം ദൈവമക്കളെ. ആമേൻ. നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. സ്തോത്രം. ഇല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയ നിത്യജീവനാണ്, ഒരു വലിയ നിത്യസ്വർഗമാണ്, നമ്മുടെ മണവാളുമായിട്ടുള്ള ആ കൂട്ടായ്മയാണ്. സ്തോത്രം. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവമക്കളെ, അവൻ്റെ വഴികളിൽ തന്നെ നമുക്കായിരിക്കാം. അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേ. മനഃപൂർവ്വമായിട്ട് ദൈവസന്നിധാനത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. ആമേ. സ്തോത്രം. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരാധന ഞാൻ മുടക്കുകയില്ല. സ്തോത്രം. ആമേ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് ഹല്ലേലൂയ വാക്യം പറഞ്ഞതിന് ശേഷം സഹോദരന്മാർക്ക് സാക്ഷ്യം പറയുവാനുള്ള അവസരമുണ്ട്. സമയത്തെ നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. Praise the Lord Jesus. Of grace is Jesus my Redeemer. There is no more for heaven now to give. He is my joy, my righteousness and freedom, my steadfast love, my deep and boundless peace. To this I hold, my hope is only Jesus. For my life is only bound to His. Oh, how strange and divine! I can sing, all is mine, yet not I, but through Christ in me. Amen. Praise Lord. I thank you for giving an opportunity to tell this memory verse. Galatians 5:17. For the desires of the flesh are against the spirit, and the desires of the spirit are against the flesh. For these are opposed to each other, from keeping you doing the things you want to do. Amen. My exams are going on. Kindly pray for me. Praise the Lord. Praise Lord. Surely goodness and mercy will follow you all the days of my life, and I'll dwell in the house of the Lord forever. ആമേൻ. Jeremiah 29 verse 11, For I know the thoughts that I think towards you, thoughts of peace and not disaster, to give you a future and a hope. ഹല്ലേലൂയ. Praise the Lord. For unto us a child is born, for unto us a son is given, and the crown will be upon his shoulder, and his name will be called Wonderful, Counselor, Mighty God, Everlasting Father, Prince of Peace. Isaiah 9:6. My exams are over. Thank you for praying. ആമേൻ. Psalms 34 verse 8. Oh, taste and see that the Lord is good. Please pray for me and my family. Praise the Lord. And Jesus answered him, It is said, You shall not put your Lord your God to the test. Luke 4 verses 12. Please pray for me and my family. Praise the Lord. Amen. Praise the Lord. Thank you, Lord, for a wonderful day. Thank you, Lord, for helping me. The fear of the Lord, the beginning of the knowledge. Please pray for me and my parents. Praise the Lord. Amen. In my distress, I cast the Lord hear me. Psalms 88 verse 3. Please pray for me and my family. Praise the Lord. The name of the Lord who made heaven and earth. Psalms. Please pray for me and my family. Praise the Lord. Praise the Lord. Believe the Lord Jesus Christ, you will be saved. Acts 60 verses 31. Please pray for me. Amen. The grace of our Lord Jesus Christ be with you all. Amen. Philippians
4:23. Please pray for me and my family. Whoever forgives all your sins and help you from all your disease. Psalms 103 verse 3. Praise the Lord. The judgment of the Lord is true and righteousness and altogether. Psalms 19 verse 19. My exam is over. Please pray for me and my parents. Praise the Lord. Praise the Lord. Psalms 92 verses 12. The righteous shall flourish like a palm tree. He shall grow like a cedar in Lebanon. My exams are going on. Please pray for me. ആമേൻ. കഴിഞ്ഞല്ലോ അല്ലേ? പ്രൈസ് ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനുനിരുപരമാർച്ചകളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി വളർന്നു വരുവാൻ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൃപ കൊടുക്കേണ്ടതിനായിട്ട് അവരുടെ എക്സാമൊക്കെയും കഴിഞ്ഞിരിക്കുന്നല്ലോ. ആമേൻ. റിസൾട്ട് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട മാർക്ക് സ്കോർ ചെയ്ത് കേൾക്കുവാൻ സ്വർഗത്തിനിടയാക്കേണ്ടതിനായി സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും ആരോഗ്യവും അഭിഷേകവും കൊടുത്ത് കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ദൂരത്തും ചാരത്തുമാരി കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് ക്ഷേമത്തോട് നടത്തുന്നതിനായി കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സംഘത്തിന് വായിച്ചു കേൾപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർന്ന് എനിക്ക് സഹായം എവിടെ നിന്ന് വരും?
എൻ്റെ സഹായം ആകാശയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ പ്രകാരം ആകാശയും ഭൂമിയും ഉണ്ടാക്കിയവനായ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ഹല്ലേലൂയ. ആ പർവ്വതത്തിന് മുകളിലേക്ക് നമുക്ക് കയറി ചെല്ലാം. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ മൃഷ്ടാന്ന ഭോജനം ഭക്ഷിക്കുവാൻ, ആ മട്ടൂരി വീഞ്ഞു കുടിച്ച് തൃപ്തരായി തീരുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സാക്ഷിവാദത്തിൽ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വിവിധങ്ങളായ വിഷയങ്ങളുടെ മുഖത്തായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുടെ. ഹല്ലേലൂയ. ആമേ. പലരുടെയും മാതാപിതാക്കള് സൗഖ്യമില്ലാത്തവരായിട്ടുള്ളവരുണ്ട്. സ്തോത്രം. അവരുടെ എല്ലാം വിടുതലിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളൊക്കെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ഈ ദുഷ്ടതലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, അഭിഷക്തരായി, ലോകത്തിന് പ്രകാശങ്ങളായി തീരുവാൻ കർത്താവ് നമ്മുടെ തലമുറകളെല്ലാവരെയും സഹായിക്കേണ്ടതിനാ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ നമ്മുടെ മധ്യമുണ്ടല്ലോ. തുടർന്നുള്ള സൂക്ഷിയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മിബിൻ ബദർ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങൾ നല്ല പിതാവേ, ഹല്ലേലൂയ. കർത്താവേ, ഈ വെള്ളിയാഴ്ച കർത്താവേ, സന്ധ്യാസമയത്ത് കർത്താവേ ഞങ്ങൾ സന്ധ്യയിൽ ഇരിക്കുവാനും, ഹല്ലേലൂയ കർത്താവേ ആരാധിപ്പാനും, കർത്താവേ കൃപയ്ക്കകത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. പ്രതീക്ഷയിലായിരുന്ന കർത്താവേ, ഞങ്ങളെ കർത്താവേ ഒരുമിച്ച് കൂടി കർത്താവേ ഇവിടെ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഞങ്ങൾ പോയി പോക്കിനും വരവിലൊക്കെയും കർത്താവേ ഹല്ലേലൂയ അദൃശ്യകരങ്ങളായ കർത്താവ് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന കർത്താവ് അതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവ് സംകൃതവാദിനാൽ ഞങ്ങളോട് കർത്താവ് നീ സംസാരിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞാൻ കണ്ണപർവ്വതത്തിലെ കുറിച്ച് എനിക്ക് സഹായം വിടുന്നവരും എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയിലെ കർത്താവേ. ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ എങ്കിലേക്ക് ഞങ്ങൾ സൃഷ്ടിക്കുകയാണ് കർത്താവ് ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ കയറി ചെല്ലുവാൻ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ പാതവെള്ളം മാത്രമുള്ള കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവേ അർപ്പിച്ച ഹല്ലേലൂയ. പ്രാർത്ഥന വിഷയങ്ങൾ കേട്ടനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സാധിച്ചാനും ഹല്ലേലൂയ. കർത്താമക്കളേക്കും കർത്താവേ ഹല്ലേലൂയ നാട്ടിലെത്തുവാൻ സഹായിച്ച കർത്താവേ ഹല്ലേലൂയ. കേട്ട സൗഖ്യ കർത്താവേ വേദനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അല്ലെങ്കിൽ കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗത്താൽ ഭാരത്താൽ കർത്തയും കർത്താവെ ഭാരപ്പെടുന്നു കൊണ്ട് കർത്താവ് ഹല്ലേലൂയ. പറയാൻ പോലും കർത്താവെ കഴിയാതെ കർത്താവെ പലരും കർത്താവെ പല വേദനകൾ കഴിയുന്നുണ്ട് കർത്താവ് അവരൊക്കെയും കർത്താവ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവെ ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് സഹോദരങ്ങളുടെ മാതാപിതാക്കൾ ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തായിരിക്കുന്ന കർത്താവ് എല്ലാവരും ഞങ്ങൾ സമർപ്പിച്ച് പലരും കർത്താവേ ഹല്ലേലൂയ പല രോഗങ്ങളെ കർത്താവ് ഭാരപ്പെടുന്നു കർത്താവേ അവരൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ലോകത്തിൻ്റെ കർത്താവേ ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ കർത്താവേ ഹല്ലേലൂയ പലതരത്തിലുള്ള കർത്താവ് വാർത്തകളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് അങ്ങോട്ട് രണ്ടാവരും ഏറ്റവും അടുത്തിരിക്കുന്നതായി കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ ലോകത്തിൽ ലൗകിക ഭൗതി വീണു പോകാതെ കർത്താവേ അങ്ങയോടൊപ്പം കർത്താവെ സന്ധിരാപാർക്കും കർത്താവ് ഞങ്ങൾ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ കേൾക്കാൻ പോകുന്ന വചന കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. കേൾക്കാൻ പോകുന്ന വചനമൊക്കെ ഞങ്ങൾ നല്ല താഴ്ന്ന കർത്താവെ കേട്ടു ഞങ്ങൾ സഹായിക്കണമേ കർത്താവേ. വന്നിരിക്കുന്ന കർത്താവെ അഭിഷേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ വചന കർത്താവേ ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനയും കർത്താവെ ഞങ്ങൾ സന്ധി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കൃപയോടെ കേൾക്കണമേ അപ്പാ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ താണിരിക്കാം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രി കാലം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. സ്തോത്രം. വളരെ സന്തോഷമുള്ള ഒരു രാത്രികാലമാണ് കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ DC സമേൽ. ആമേൻ. സ്തോത്രം. നമ്മുടെ മധ്യേ ഈ രാത്രികാലമായിരിക്കാൻ തക്കവണ്ണം കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു. ശരീരത്തിന് ബലഹീനതകളൊക്കെ ഉണ്ട് എങ്കിലും ആമേൻ ഹല്ലേലൂയ നീണ്ട 60 വർഷങ്ങളത്തെ ശുശ്രൂഷ താൻ പൂർത്തിയാക്കി കഴിഞ്ഞു. സ്തോത്രം. എന്നുള്ള സമയം ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ അഭിഷേകത്തിനെ ക്ഷണിച്ചു കൊള്ളുന്നു. സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഒരു പ്രാവശ്യം കൂടെ ഒമാനിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എളിയവന് കൃപ തന്നു. ഇവിടെ വന്നിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞു.
ഈ കൂട്ടായ്മയിലും കടന്നു വന്ന് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ അവസരം ഒരുക്കിയ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ദൈവമക്കളോടും ദൈവസഭയോടുമുള്ള എളിയവൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഞാൻ 2017 ഒടുവിൽ ഇവിടെ വന്നത്. അതിനുശേഷമുള്ള കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കടന്നു വരുവാൻ ഒരു അവസരം ഉണ്ടായത്. എൻ്റെ സാക്ഷ്യവും മറ്റുമൊക്കെ ഞാനിവിടെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ നീണ്ട വർഷത്തെ ഒരു പരിചയം, ബന്ധം ദൈവദാസനുമായിട്ട് ഉണ്ട്. കൃപയാൽ ആ ബന്ധം, ഞങ്ങൾ ആ സ്നേഹം തുടങ്ങിയത് മുതൽ ഇന്നുവരെയും തുടരുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. മുൻ പ്രാവശ്യങ്ങളിലൊക്കെ പലവട്ടം ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും ഒക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാവാം അധികം ഈ കൂട്ടായ്മകളും ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങളുമൊക്കെ നമുക്ക് മുൻകാലങ്ങളെ പോലെ ഇപ്പോൾ ലഭിക്കാറില്ല. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഓക്കെ, അല്പമായിട്ട് ചില വാക്കുകളുണ്ട്. എൻ്റെ സാക്ഷ്യവും ചെയ്തു വരുന്ന ശുശ്രൂഷയെക്കുറിച്ച് ചില വാക്കുകളും പറഞ്ഞിട്ട് പിന്നെയുള്ള സമയം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എൻ്റെ പേര് DC സാമുവൽ. ഒരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. കർത്താവിനെ കൂടാതെ 18 വർഷം ജീവിച്ചു. 18 വയസ്സ് കഴിയുമ്പോൾ യേശു ക്രിസ്തുവിനെ അറിയുവാനും എൻ്റെ കർത്താവിൻ രക്ഷിതാവുമായി അംഗീകരിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 63 വർഷം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എത്ര പ്രായം കാണുമെന്നൊന്ന് ഊഹിക്കാമല്ലോ അല്ലേ? ഓക്കെ, അന്ന് എനിക്ക് സ്നാനപ്പെടണമെന്നുണ്ടായിരുന്നു. കാരണം യേശുവിൻ്റെ ദൈവവചനം വായിച്ചപ്പോൾ യേശു സ്നാനപ്പെട്ട രംഗമാണ് എന്നെ സ്നാനത്തിലേക്ക് നയിച്ചത്. അല്ല, എനിക്കാരും ക്ലാസ് എടുത്തില്ല, ഉപദേശവും പറഞ്ഞില്ല. കാരണം എൻ്റെ ദേശത്ത് ആരുമില്ല. അങ്ങനെ ഒരു വേർപെട്ട കൂട്ടായ്മയോ ഒരു ആത്മീയ ദൈവമക്കളോ ഞങ്ങളുടെ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അങ്ങനെ വളരെ ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നടപ്പാറവിള എന്ന് പറയുന്ന ആ സ്ഥലത്ത് കടന്നു നിന്നൊരു ദൈവദാസനെ കണ്ടെത്തി അദ്ദേഹത്തിനെ സ്നാനം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. സ്നാനപ്പെടുത്തി. തുടർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. ചില പള്ളികളിലൊക്കെ പോയി അവിടെ എൻ്റെ ഉള്ളിലുള്ള അനുഭവത്തിന് തക്കമുള്ള ആരാധന ലഭിച്ചില്ല. പിന്നെ വളരെ ബുദ്ധിമുട്ടി പാറശാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആത്മീയ കൂട്ടായ്മ കണ്ടെത്തി. വളരെ സന്തോഷമായിരുന്നു. ബസ്സിൽ വരാൻ അവസരമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കീഴാറൂർ, പെരുങ്ങടവിള, അമരവിള, പാറശാല വരാം. അതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആരാധനയ്ക്ക് കുറുക്കെ നടന്ന് കാരക്കോണത്ത് വരും. എൻ്റെ വീട്ടിൽ നിന്ന് അതിന് 8 മൈലുണ്ട്. കാരക്കോണത്ത് നിന്ന് പാറശാല വരാൻ 4 മൈലുണ്ട്. അങ്ങനെ അങ്ങോട്ട് 12 മൈൽ, ഇങ്ങോട്ട് 12 മൈൽ, 24 മൈൽ നടന്നാണ് ഒരു സഭായവും കൂടുന്നത്. കിലോമീറ്റർ അല്ല, മൈല്. എങ്കിലും ആരാധനയൊന്നും മുടക്കാറില്ല. ഇന്നത്തെ ആളുകളുടെ ആരാധനയോടുള്ള അവഗണനയും അതിന് കൊടുക്കുന്ന നിലവാരമൊക്കെ കാണുമ്പോൾ പറയുന്ന ന്യായങ്ങളും കേട്ടാൽ സങ്കടം തോന്നും. ഞാൻ ആ ഭാഗം വിടുകയാണ്. ആയിക്കോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് തൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഇവനെ വിളിച്ചു. ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം അറിയാമായിരുന്നു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ വിളിയുടെ മുമ്പിൽ സമർപ്പിച്ചു. സ്തോത്രം. കൃപയാൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഇത് 61ാമത്തെ വർഷമാണ്. ഇത്രയും കാലം ദൈവം നടത്തി, ദൈവം പരിപാലിച്ചു, ദൈവം സൂക്ഷിച്ചു. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്നെക്കൊണ്ടാവുന്ന തരത്തിൽ ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം ഇതുവരെയും ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞൊരു 36 വർഷം കൊണ്ട്
കർത്താവ് തന്ന നിയോഗത്തിൻ്റെ മുമ്പിൽ അക്രൈസ്തവരുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യണം. കേരളത്തിൽ ഒരു 26 ഹിന്ദുക്കളുടെ ഇടയിൽ വേലകൾ ആരംഭിക്കുവാനും മിക്കവാറും എല്ലാ സ്ഥലത്തും ഹോളുകൾ പണിയുവാനും കർത്താവ് സഹായിച്ചു. ഒരു ദിവസം രാത്രിയിൽ കർത്താവിനോട് പറഞ്ഞു, മോനെ, ഒറ്റ പ്രാവശ്യം പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. നീ അവിടേക്ക് പോകണം. എനിക്ക് ആരെയും അറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഒരു പരിചയവുമില്ല. പക്ഷേ പറഞ്ഞ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ആ നിയോഗത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ദൈവകൃപയാൽ ഞാൻ ആദ്യം കടന്നുപോയത് ഒറീസയിലാണ്. അവിടുത്തെ ഭാഷ ഒഡിയയാണ്. പക്ഷെ ഞാൻ പോയ മേഖല ലിപിയില്ലാത്ത ഭാഷ സംസാരിക്കുന്ന ക്വി സംസാരിക്കുന്നവരുടെ ഇടയിലാണ്. പക്ഷേ അവിടെ ചെന്ന് ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കർത്താവ് പറഞ്ഞതനുസരിച്ച് ഞാൻ പോയി. എനിക്ക് വേണ്ട വാക്യ സൗകര്യങ്ങൾ ദൈവം അവിടെ ഒരുക്കി തന്നു. അങ്ങനെ പലയിടത്ത് സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. ഇനി ഞാനങ്ങ് ചുരുക്കി പറയുകയാണ്, ദൈവകൃപയാൽ ഇന്ത്യയിൽ ഇപ്പോൾ കേരളം ഒഴിച്ച് 16 സ്റ്റേറ്റുകളിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞൊരു 3 വർഷമായി നേപ്പാളിലും പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ 6 സ്ഥലത്ത് സഭായോഗങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ഭൂട്ടാനിൽ, അവിടെ നമുക്ക് പരസ്യ പ്രവർത്തനം അനുവദീയമല്ല, സഭ സ്ഥാപിക്കപ്പെടാനോ കൂട്ടായ്മ നടത്താനോ പറ്റത്തില്ല, അവിടെ വേറൊരു ഭരണമാണല്ലോ. പക്ഷേ എങ്കിലും വളരെ രഹസ്യമായി കർത്താവിനെക്കുറിച്ച് അവിടെ 3 മിഷണറിമാർ രഹസ്യമായി ചെവികളിൽ യേശുവിനെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിൽ വരുന്നവരെ നമ്മുടെ പശ്ചിമ ബംഗാളിലെ സഭകളിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുകയും അവർക്ക് വേണ്ട തിരുമേശയും മറ്റൊക്കെ കൊടുക്കുകയും മാത്രമല്ല അവരെ കൊണ്ട് അവരുടെ ദേശത്ത് യേശുക്രിസ്തുവിനെ അറിയിപ്പിച്ചും കൊണ്ടിരിക്കുന്നു. കൃപയാൽ 182 സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ സഭായോഗം നടക്കുന്നുണ്ട്. 144 സ്ഥലങ്ങളിൽ ഔട്ട്റീച്ച് വർക്ക് നടക്കുന്നു. പക്ഷേ അവിടെ സഭയായിട്ട് നമുക്ക് നടത്താം. 60-ന് മുകളിൽ ആളുകൾ കൂടി വരാനുണ്ട്. പക്ഷേ നമുക്ക് ഒരു പാസ്റ്റർ വെച്ച് നടത്താൻ, പാസ്റ്റർ സപ്പോർട്ട് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മറ്റിടങ്ങളിൽ നടത്തുന്ന ദൈവദാസന്മാർ ഞായർ വൈകിട്ടോ മറ്റൊരു ദിവസമോ പോയി ഈ ഗ്രാമങ്ങളിൽ കൂട്ടായ്മകൾ നടത്തുന്നുണ്ട്. ദൈവകൃപയാൽ 186 ദൈവദാസന്മാർ, മിഷണറിമാർ ഇടയവനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. കൃപയാൽ 77 സ്ഥലങ്ങളിൽ വസ്തുക്കൾ വാങ്ങി ഹോളുകൾ പണിയുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. വിശ്വാസത്താലാണ് ഈ വേല നടക്കുന്നത്. എനിക്കും വൈഫിനും ഉണ്ടായിരുന്ന അല്പമായ വസ്തുക്കൾ, ഞങ്ങൾ വലിയ സമ്പന്നരൊന്നും അല്ല, ഉള്ളതിനെ വിറ്റ് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി കൊടുത്തു. ഞങ്ങൾക്കൊരു മകനുണ്ട്. അവൻ BSc കഴിഞ്ഞ് BDക്ക് പോയി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവന് 2 മക്കളുണ്ട്. മൂത്തത് പെങ്കൊച്ചാണ്. അവളെ വിവാഹം കഴിപ്പിച്ചു. അവൾക്കൊരു കുട്ടിയുണ്ട്. എന്നാൽ ഇളയവൻ മകനാണ്. അവൻ എൻ്റെ പേരാണ്, സാമുവൽ. സ്തോത്രം. അവനും കർത്താവിൻ്റെ വേലക്കാരനായി തീരണമെന്ന് ഞാനും വൈഫും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്നത്തെ പിള്ളേരല്ലേ, പറയുമ്പോൾ വല്ലതും കാര്യം നടക്കൂ. പക്ഷേ ഈ പുസ്തകത്തിലൊരു വചനമുണ്ട്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇവനൊത്തിരി വികൃതിയായിരുന്നു. പക്ഷേ 6ാം ക്ലാസ്സിൽ വെച്ച് അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ സ്നാനപ്പെട്ടു. അവൻ അഭിഷേകം പ്രാപിച്ചു. അവൻ ദൈവവേലക്കാരനായി തീരണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞൊരുത്തനെ ആക്കുന്നതും ദൈവത്താൽ സമർപ്പിക്കപ്പെട്ടൊരുത്തനാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 10ാം ക്ലാസ്സിൽ വെച്ച് അവന് ദൈവവിളി ഉണ്ടായി. നിൻ്റെ പപ്പയും
നിൻ്റെ അപ്പച്ചനും ചുമക്കുന്ന ആ പെട്ടകം നീയും ചുമക്കണം. അവൻ സമർപ്പിച്ചു. അന്ന് മുതലേ അവനെ കൊണ്ടാകുന്ന തരത്തിൽ അവന് ചില താലന്തുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉപകരണം വായിച്ച് പാടും. മറ്റുള്ളവരുടെ യേശുവിനെക്കുറിച്ച് പറയാനുള്ള ഒരു നാവ്, ഒരു അഭിഷേകം അവൻ്റെ മേലുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായതിനു ശേഷം ഇപ്പോൾ സെമിനാരിയിലെ BDക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഒപ്പം കർത്താവിൻ്റെ വേല ചെയ്യുന്നു. വിശേഷിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ലഹരി വിരുദ്ധ ബോധവരണ ക്ലാസ്സുകൾ നന്നായിട്ട് എടുക്കും. ICPFൻ്റെ മീറ്റിങ്ങിലൊക്കെ അവിടുത്തെ കോർഡിനേറ്ററോട് ചേർന്ന് ക്ലാസ് എടുക്കുകയും ക്യാമ്പുകളിലൊക്കെ അവൻ്റെ ശുശ്രൂഷ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സമ്പത്ത് അത് തന്നെയാണ്. ഇപ്പോഴത്തെ എൻ്റെ ഈ യാത്രയുടെ എനിക്ക് ശാരീരികമായിട്ട് കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. നിൽക്കാനും കാലെടുത്ത് വെക്കാനും ഇരിക്കാനും ഒക്കെ പ്രയാസം തന്നെ. റെയിൽവേ സ്റ്റേഷനിലായാലും എയർപോർട്ടിലൊക്കെ ആയാലും വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എങ്കിലും ഇഴഞ്ഞിഴഞ്ഞ് വടക്കേ ഇന്ത്യയിലെ വേലകളിൽ സംബന്ധിക്കാറുണ്ട്. നമ്മുടെ മനസ്സ് അവിടെയാണ്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഒറീസയിലും UPയിലുമൊക്കെ ഞാനായിരുന്നു. എല്ലാറ്റിനുപരിയുള്ള വലിയ പ്രയാസം നിങ്ങൾക്കറിയാം, ദൈവദാസന്മാർക്ക് തൊണ്ടയാണ് ആയുധം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 61 വർഷമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരംഭകാലത്തൊക്കെ നമുക്ക് മയക്കൊന്നുമില്ല, തൊണ്ട തന്നെയാണ് മയക്ക്. മാക്സിമം ശബ്ദത്തിൽ കഥാവിനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു 16 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ശബ്ദത്തിന് മാറ്റം വന്നു. ഇടർച്ചയും വേറൊരു ശബ്ദമായി ഞാൻ മാറാൻ തുടങ്ങി. അത് ജലദോഷമെന്നോ തൊണ്ടയടപ്പെന്നോ ഒക്കെ വിചാരിച്ച് ഉപ്പുവെള്ളവും ചുക്കും അപ്പയൊക്കെ പിടിച്ച് പിന്നെയും പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അത് കൂടി കൂടി നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ശബ്ദം വേറൊരു ശബ്ദമാണ്. ശരിക്കും എൻ്റെ ശബ്ദം ഇതല്ല. പക്ഷെ മാറി മാറി ഇങ്ങനെ വന്നു. കഴിഞ്ഞൊരു 3 വർഷത്തിനു മുമ്പ് അതങ്ങ് വർദ്ധിച്ചു. ആഹാരം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേദനയും കൂടി. പിന്നെ ഡോക്ടറെ കാണേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വോക്കൽ കൂടെ അടയുന്നില്ല. നിങ്ങളപ്പോൾ സ്ട്രെയിൻ ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ട് ചുറ്റുമുള്ള ഓർഗൻസും എല്ലാം ബഡ്ജായി. അതാണ് ഈ പ്രശ്നത്തിന് കാരണം. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം വായി തുറക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി തുറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്തോത്രം. നട്ടെല്ലിൻ്റെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഡിസ്കിനെ കാണിച്ച ഡോക്ടർ പറഞ്ഞു, സർജറി ചെയ്താൽ നിങ്ങൾക്ക് ശരിയാകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പലകക്കെട്ടിൽ നൂന്ന് പല ട്രാക്ഷനായിട്ട് കിടന്നോളാൻ പറഞ്ഞു. ഓക്കെ. ഹാർട്ടിൻ്റെ ഡോക്ടർ പറഞ്ഞു, ഒറ്റയ്ക്ക് യാത്രയും ചെയ്യേണ്ട, സ്ട്രെയിനും ചെയ്യേണ്ട, ഒത്തിരി ഒന്നും ചിന്തിക്കുകയും വേണ്ട, വളരെ ലാഘവത്തിൽ ഇങ്ങനെ ആയിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും കൃപയാൽ 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 ദൈവം നടത്തുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയുന്നു. നിങ്ങൾ മാത്രമല്ല, അനേക ദൈവമക്കൾ എളിയവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കയറി വരേണ്ട അത്യാവശ്യ കാര്യം, ജമ്മു കാശ്മീരിൽ നമുക്ക് പ്രവർത്തനങ്ങളുണ്ട്. അവിടെ കത്വ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു 4 വർഷമായി. ഒരു മുറി തുടങ്ങിയതാണ്. ഇപ്പോൾ 125-ലധികം ആളുകൾ കൂടി വരാനുണ്ട്. 80-ലധികം പേരെ നമ്മൾ സ്നാനപ്പെടുത്തിയതാണ്. ആൾ കൂടിയപ്പോൾ ചുറ്റുപാടും എതിർപ്പ് കൂടി. കയറി വന്നുള്ള ഉപദ്രവങ്ങൾ, 6-7 പോലീസ് കേസുകൾ, ഇങ്ങനെ എന്നും പ്രശ്നം. ഇനി ആ വേല നിലനിൽക്കണമെങ്കിൽ ഒരു പൊതുസ്ഥലം ഉണ്ടായാലേ പറ്റൂ. അതിനുവേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ 2 പ്രാവശ്യം എഗ്രിമെൻ്റ് മാറ്റി എഴുതി, പൈസ ശരിയാകാത്തതുകൊണ്ട് ഇനി ഏപ്രിൽ ആദ്യം വരെയുള്ള ഒരു എഗ്രിമെൻ്റ് കൂടെ പിന്നെയും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 18 ലക്ഷം രൂപയോളം വേണം അത് എഴുതിക്കുവാൻ. സ്തോത്രം. പിന്നെ ചർച്ചിന് വേണ്ടി എഴുതിക്കണമെങ്കിൽ അതിന് വേറെ ചിലവ്. ഇത്തിരി NOC മേടിക്കണം. അത് ഏതാണ്ട് 1.25 ലക്ഷം രൂപയോളമായി. ഇതിൽ പാതിയിൽ കൂടുതൽ രൂപ ഇപ്പോൾ വന്നിട്ടുണ്ട്.
പക്ഷേ ബാക്കി ഇനി ഉണ്ടാവണം. അത് മാത്രം പോരാ, അവിടെ ഒരു ഹോളും പെട്ടെന്നുണ്ടാകണം. കാരണം ഇത്തിരി നാൾ ഇങ്ങനെ ഇഴച്ചവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടുത്തെ സാഹചര്യം അതാണ്. കൊണ്ട് ഹോളുണ്ടാകണം. പ്രാർത്ഥിക്കണം. പിന്നെ ഈ കോവിഡ് കാലത്ത് ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളൊക്കെ ഉൾപ്രദേശത്തിലുള്ളവർക്ക് ഒരു വരവും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായിച്ചു. ക്രിസ്ത്യാനികൾക്ക് ആരും ഒന്നും ചെയ്തില്ല. അനേകർ പട്ടിണി കിടന്ന് മരിച്ചു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമായി. ചിലരോടൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു കുടുംബത്തിന് 1000 രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ, പൈസ കൊടുക്കത്തില്ല, ഇത് പരസ്യമായി കൊടുക്കുന്നത് കണ്ടാൽ മതപരിവർത്തനത്തിൻ്റെ പേരിൽ അറസ്റ്റ് വരിക്കേണ്ടി വരും. രഹസ്യമായി പട്ടിണി കിടക്കുന്നവരുടെ വീട്ടിൽ എത്തിക്കും. അങ്ങനെ കോവിഡ് കാലത്ത് തുടങ്ങിയതാണ്. ഇതുവരെയും തുടർന്ന് ഒരു മാസം 50-60 കുടുംബങ്ങൾക്ക്. നമുക്ക് പിന്നെ ഇത്തിരി സ്റ്റേറ്റുള്ളത് കൊണ്ട് ഇങ്ങനെ കറങ്ങി വേണം. കഴിഞ്ഞ മാസം നേപ്പാളിന് കൊടുത്തു 60 കുടുംബങ്ങൾക്ക്. ഇനി അവിടെ നിന്ന് ഒരു 180-ലധികം കുടുംബങ്ങളുടെ അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട്. പട്ടിണി കിടക്കുന്നവരാ. സ്തോത്രം. നമ്മൾ ഒരു നേരമെങ്കിലുമൊക്കെ, ഒരു നേരമായിട്ട് കഴിക്കുന്നവരോട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും നമ്മുടെ ആഹാരങ്ങൾ കളയാറുമുണ്ട്. ഇവരെയും ഓർക്കുക. പിന്നെ ഈ ദൈവദാസന്മാരെയൊക്കെ നമുക്ക് സഹായിച്ചേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും സഹായിക്കുന്നില്ല. മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഒരു രക്ഷയുമില്ല. അത് തന്നെ ഒരു 4.5 ലക്ഷത്തിലധികം രൂപ അതിനുവേണ്ടി മാത്രം വേണം. പിന്നെ നമുക്കിത്തിരി അനാഥ പിള്ളേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് മുമ്പേ ഓർമ്മ കാണാൻ ഞാൻ ആ ബ്രോഷറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ ഒന്നും കൊണ്ടുവന്നില്ല. കാരണം എനിക്കൊന്നും വെയിറ്റ് എടുക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു പ്രെയർ കാർഡ് മാത്രം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം വായിച്ചിട്ട് പോകണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അവരെ നമുക്ക് വഹിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് പലരെയൊക്കെ പിരിച്ചു വിട്ടു. ചിലരെയൊക്കെ വലിയ ഏതെങ്കിലും പ്രസ്ഥാനത്തിലാക്കി, ചിലരെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് വിട്ടു. എന്നാൽ ഒറീസയിലെ റൂക്കയിലെ ഒരു 35 പിള്ളേർ പറഞ്ഞു, ഞങ്ങൾ ഒരിടവും പോകുന്നില്ല, കിടന്നു മരിക്കുന്നെങ്കിൽ ഇവിടെ കിടന്ന് മരിച്ചോളാം. അങ്ങനെ വന്നപ്പോൾ ആ വിവരം അവിടുത്തെ കളക്ടറെ അറിയിച്ചു. ഈ പിള്ളേരുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തതിന് ശേഷം ഈ 35 പിള്ളേരെ അവിടെ താമസിപ്പിക്കുവാനും അവർക്ക് വേണ്ട ക്രമീകരണം നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്തു കൊള്ളാനും അദ്ദേഹം ഒരു പെർമിഷൻ തന്നു. അങ്ങനെ ഒരു 35 പിള്ളേർ അവിടെയുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, സ്കൂളിൽ അയക്കണം, പഠിപ്പിക്കണം. വലിയ ഉത്തരവാദിത്വം. ഇങ്ങനെ തുടങ്ങി ഇത്തിരിയേറെ ആവശ്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുന്നു. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഭാരമുണ്ടെങ്കിൽ, ദൈവത്തെയും ദൈവവിലയും സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ സാഹചര്യം അനുവദീയമെങ്കിൽ മന്ത്ലിയോ ഒരു പ്രാവശ്യമായിട്ടോ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ ആശ്വാസമായിരിക്കും. അത് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നു. സ്തോത്രം. ദൈവകൃപയാൽ ഈ 61 വർഷക്കാലം ദൈവം നടത്തി. കൃപയാൽ അനേകരെ സ്നാനപ്പെടുത്താൻ കർത്താവ് സഹായിച്ചു. ഏതാണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് കണക്കനുസരിച്ച് 8600-ലധികം പേരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ 10-ാം തീയതി ഒറ്റ നിൽപ്പിൽ ഒരിടത്ത് നിന്നുകൊണ്ട് 206 പേരെ സ്നാനപ്പെടുത്താൻ കർത്താവ് സഹായിച്ചു. ഇങ്ങനെ ശുശ്രൂഷയിൽ ഓർക്കത്തക്കവണ്ണം ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനിയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ശ്വാസമെടുക്കാൻ പറ്റുമെങ്കിൽ, കാല് ചലിക്കുമെങ്കിൽ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ബാക്കി ചെയ്യുവാൻ പിന്നെയും സമർപ്പിച്ചുകൊണ്ടായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. സന്തോഷമുള്ളവർക്ക് കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം ശക്തിയോടുകൂടെ. പിന്നെ വടക്കേന്ത്യയിലെ ഉപദ്രവങ്ങളെല്ലാം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ നിന്നും ഒരു വിശ്വാസിയായ സഹോദരിയെ ഛത്തീസ്ഗഡിൻ്റെ ഉൾപ്രദേശത്ത് ഗ്രാമത്തിൽ പിടിച്ചു നിർത്തി സുവിശേഷ വിരോധികൾ ചോദിച്ചു, നിനക്ക് ജീവനെ വേണോ യേശുവിനെ വേണോ? അവൾ പറഞ്ഞ യേശു മതി. പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ നവംബർ മാസത്ത് ഞാൻ ഈ പറയുന്നത് പണ്ടൊക്കെ നടന്ന കാര്യമല്ല, ഇപ്പോഴത്തെ നമ്മുടെ കാര്യങ്ങളാണ്.
യു പിയിൽ ഒരു ദൈവദാസൻ, ഞങ്ങളുടെ ഒരു ദൈവദാസൻ, അദ്ദേഹം പിന്നെ ബ്രാഹ്മൺ കൺവെർട്ടാണ്. പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. അദ്ദേഹം ബൈബിളുമായിട്ട് ചെന്നു. സുവിശേഷ വിരോധികൾ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഇഷ്ടം പോലെ തല്ലി. അവസ്ഥയും രക്തവും ഒക്കെ കണ്ടപ്പോൾ ശ്വാസമില്ലാതായി മരിച്ചെന്ന് വിചാരിച്ചിട്ട് കളഞ്ഞിട്ട് പോയി. മറ്റ് ഹിന്ദുക്കളായ ചിലർ എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടിട്ടു. ഡോക്ടർമാർ പറഞ്ഞു പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവനെ ദൈവം തിരിച്ചു കൊടുത്തു. ഇപ്പോൾ നല്ല ഓക്കെ അല്ല, എങ്കിലും വ്യത്യാസമുണ്ട്. 2 മക്കളുണ്ട്. ഒന്നിന് 3 വയസ്സ്, ഒന്നിന് 1 വയസ്സാകുന്നതേ ഉള്ളൂ. പ്രാർത്ഥിക്കണം. ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് രാജസ്ഥാനിലെ ഹനുമാൻ ഘട്ട് എന്ന സ്ഥലത്ത് നമുക്കൊരു പ്രവർത്തനമുണ്ട്. പല പ്രവർത്തനങ്ങളുണ്ട്. ഞാനീ പറയുന്നത് ഹനുമാൻ ഘട്ടിലെ പ്രവർത്തനമാണ്. അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ വിരോധികളകത്ത് കയറി. വല്ലാത്തൊരു ഭയങ്കര സംഭവം അവിടെ അവരുണ്ടാക്കി. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. കൈ കിട്ടിയവരെയൊക്കെ തല്ലുകയും പിടിച്ചു കളയുകയൊക്കെ ചെയ്തു. ഉപകരണങ്ങൾ നശിപ്പിച്ചു. അവിടുത്തെ ദൈവദാസനെ ഇഷ്ടം പോലെ തല്ലി. കാരണം ബ്രാഹ്മണ സമുദായത്തിലുള്ള ഒരു 6-7 വീട്ടുകാർ വിശ്വാസത്തിൽ വന്നു. അതാണ് കാരണം. ഇനി അവിടെ പ്രാർത്ഥന നടത്താൻ സമ്മതിക്കില്ല എന്നും അവിടെ ഞങ്ങളൊരു 12 ലക്ഷം രൂപ ചിലവാക്കി അല്പം വസ്തു വാങ്ങി പള്ളി വയ്ക്കാൻ അവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ശൂലം കൊണ്ട് കുത്തിയിട്ടുണ്ട്, കൊടി കൊണ്ട് നാട്ടിയിട്ടുണ്ട്. പ്രാർത്ഥിക്കണം. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ അവിടെ വിടുകയാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ാമത്തെ തിരുവെഴുത്ത് ഒരാൾക്ക് വായിക്കാം. മത്തായി 14:22. ആ എന്നെ ശ്രദ്ധിക്കണമേ. യേശു ജീവിച്ചിരുന്ന കാലത്ത് 2 കൂട്ടർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് പുരുഷാരം, മറ്റേ കൂട്ടർ ശിഷ്യന്മാർ. ശിഷ്യന്മാരിലും 2 കൂട്ടരുണ്ടായിരുന്നു. ഒന്ന് 12 പേർ, മറ്റേത് അല്ലാതുള്ള ശിഷ്യന്മാർ. ഇങ്ങനെ വലിയ കൂട്ടം യേശുവിനോട് ഒപ്പം ഉണ്ടായിരുന്നു. എന്നാൽ പലരും യേശുവിൻ്റെ കൂടെ നടന്നത് യേശുവിൽ നിന്നുള്ള ദാനങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. വിടുതൽ, അനുഗ്രഹം, നന്മ, അത്ഭുതങ്ങൾ, ഈ ഭൂമിയിൽ മരണം വരെയുള്ള കാര്യങ്ങൾ, ജീവിതത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ യേശുവിൻ്റെ പിന്നാലെ പോയി വലിയ പുരുഷാരം. സ്തോത്രം. ശ്രദ്ധിക്കൂ. എന്നാൽ യേശു ഈ ഭൂമിയിൽ അഥവാ ഇക്കരെ വന്നത് എല്ലാവർക്കും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹവും കൊടുത്ത് ചാപ്പാടും കൊടുത്ത് മരണം വരെയുള്ള പദ്ധതിക്ക് വേണ്ടിയല്ല. പിന്നെ എന്തിനാ യേശു വന്ന്? യേശു പറഞ്ഞു, ഞാൻ അക്കരയിൽ നിന്ന് ഇക്കരെ വന്നു. ലൂക്കോസ് 1:79 ഉയരത്തിൽ നിന്ന് ആദ്രക്കരുണയാൽ ഞാനിവിടെ വന്നിരിക്കുകയാണ്. സോദരം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വചനം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു. യോഹന്നാൻ 8:23 അവിടെ നമ്മൾ വായിക്കുന്നത്, യേശു പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇക്കരെ ഉള്ളവർ, ഞാൻ മേലിൽ നിന്ന് അക്കരയിൽ നിന്ന് വന്നതാണ്. എന്താ ഇതിൻ്റെ ആശയം? യേശു ലോകത്തിൽ ജനിച്ചതും ജീവിച്ചതും അക്കരയിൽ നിന്ന് ഇക്കരെ വന്ന്, ഞാൻ പറഞ്ഞ അക്കര ആറ്റിൻ്റെ അക്കരയും കടലിൻ്റെ അക്കരയും അല്ല, സ്വർഗരാജ്യം. അവിടെ നിന്ന് ഇക്കരെ ഈ ഭൂമിയിൽ വന്നത് ഇവിടുത്തെ ആളുകൾക്ക് മരണം വരെയുള്ള കുറേ നേട്ടങ്ങളുണ്ടാക്കി കൊടുക്കാനല്ല. ശ്രദ്ധിക്കൂ, ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനല്ല, പിന്നെ ജീവൻ്റെ കാര്യം നടത്താനാണ്. ജീവിതം മരണം വരെ ഉള്ളൂ. ഇന്ന് മനുഷ്യൻ ഉച്ചയും കുത്തി മറിയുന്നത് ഇതിനു വേണ്ടിയാണ്. മരണം വരെ. എന്നാൽ യേശു ലോകത്തിൽ വന്നത് മരണത്തിനപ്പുറമായ ജീവൻ്റെ നിത്യത, നിത്യജീവനായി നമുക്ക് തരുവാൻ വേണ്ടിയാണ്.
മനസ്സിലായവർ മാത്രം കരം പൊക്കി ഒരു നല്ല ഹല്ലേലൂയ. പക്ഷെ അന്ന് കൂടിയ പുരുഷാരത്തിന് ഇവിടത്തത് മതി, ജീവിതത്തിനുള്ളത് മതി, മരണം വരെ ഉള്ളത് മതി. ഇതാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ പുറകെ കൂടുന്നു, ഹല്ലേലൂയ പറയുന്നു, കൈയടിക്കുന്നു, ഗ്ലോറി പറയുന്നു, കൈപൊക്കുന്നു. ഇത് മനസ്സിലാക്കിയ യേശു പ്രസംഗത്തിൻ്റെ സ്റ്റൈലൊന്നും മാറ്റി. സ്തോത്രം. സ്റ്റൈലും മാറ്റിയപ്പോൾ ഇവർ വല്ലാതെ കുഴപ്പത്തിലായി. എന്താ യേശു പറഞ്ഞ സ്റ്റൈല്? പ്രസംഗം കാഠിന്യമാക്കിയത് എങ്ങനെ? യോഹന്നാൻ 6:27 പെട്ടെന്നൊന്ന് വായിക്കാമോ? സ്തോത്രം, സ്തോത്രം. നിങ്ങൾ എൻ്റെ പുറകെ നടക്കുന്നത്, ഇങ്ങോട്ട് കേള്, നിങ്ങൾ എൻ്റെ പുറകെ നടക്കുന്നത് ഇവിടത്തെ അപ്പത്തിന് വേണ്ടിയാണ്. ഇവിടെ കിട്ടുന്ന ഇക്കരയിലെ അപ്പം നശിച്ചു പോകുന്ന ആഹാരമാണ്, അത് മരണം വരേ ഉള്ളൂ. എന്നാൽ അടുത്ത് നശിച്ചു പോകുന്ന ആഹാരത്തിനായല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിക്കുക. അടുത്ത് അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഹല്ലേലൂയ. അപ്പത്തിനു വേണ്ടി പുറകെ നടക്കുന്ന, മരണം വരെയുള്ള കാര്യത്തിന് വേണ്ടി യേശുവിനെ അനുഗമിക്കുന്ന പുരുഷാരത്തോട് യേശു പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരം തന്നിട്ട് മരണത്തിനപ്പുറം നിത്യനരകത്തിൽ നിങ്ങളെ വിടുവാനല്ല ഞാൻ അക്കരയിൽ നിന്ന് ഇക്കരെ വന്നത്, നിങ്ങളെ അക്കരെ കൊണ്ടെത്തിക്കാനാണ്. ഇത് കേട്ടപ്പം അവരുടെ നിലവാരം മാറി. പിന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? യോഹന്നാൻ 6:66-67 ഒന്ന് പെട്ടെന്ന് വായിച്ചേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പുരുഷാരം മാത്രമല്ല, ഇത് കേട്ടപ്പോൾ പന്തിരുവരല്ല, അല്ലാത്ത കുറേ ശിഷ്യന്മാർ പിന്മാറിപ്പോയി. അടുത്ത് പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. അത് അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അനുഗ്രഹവും നന്മയും വിടുതലും വീസാകാര്യവും ജോലിക്കാര്യവും പിള്ളേരായ വിദ്യാഭ്യാസം ഉയർത്തുന്നതും കല്യാണം കഴിപ്പിക്കുന്നതും UK-യിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ അയക്കുന്നതായ കാര്യമാണ്. ഇവിടെ ഒന്ന് ഗ്ലോറി പറഞ്ഞ് കൈയടിച്ചാൽ കിട്ടുമെങ്കിൽ ജനം അതിൻ്റെ കൂടെയാണ്. അല്ല, നീ മനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, വിശുദ്ധിയായി ജീവിക്കണം. ഇവിടുത്തെ ജീവിതം, ഇക്കരയുടെ ജീവിതം 70, ഏറെയായാൽ 80, അല്ലെ 2 കൂടെ കൂട്ടിക്കോ 150, അതിൻ്റെ അപ്പുറം പോവില്ല. ഇവിടെ ഇരിക്കുന്നവരാരും അതുവരെയും പോവില്ല, കൊതിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. അത്രേ ഉള്ളൂ. ഇതിനപ്പുറമുള്ള നിത്യത തരാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പത്തിന് വേണ്ടി പുറകെ നടന്ന പാട്ടിലൊക്കെ പോയി. ശിഷ്യന്മാരും പോയെന്ന് കുറേ. ഏത്? പന്തിരുവരല്ല, മറ്റുവരെ. ആള് കുറഞ്ഞു. ആള് കുറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവിടെ എഴുതിയിട്ടില്ല. എൻ്റെ ചിന്ത വന്ന് നിൽക്കണ, കർത്താവേ, ഗുരുവിൻ്റെ ഈടെയായിട്ടുള്ള പ്രസംഗം ഇത്തിരി കട്ടിയാവും. അതുകൊണ്ട് നമ്മുടെ പുരുഷാരം, നമ്മുടെ ക്രൗഡ് കുറയുകയാണ്. പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് പഴയതുപോലെ ആള് പിടിക്കാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് യവന്മാരി നിൽക്കുകയാണ്. അപ്പോഴും യേശുവിൻ്റെ അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾക്ക് പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഇതകത്ത് വെച്ചുകൊണ്ട് നിൽക്കുക ഇവര്. പ്രസംഗത്തിന് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കണം. അത് അപ്പോൾ യേശു എന്താ പറഞ്ഞേ? നിങ്ങൾക്കും പോകാൻ മനസ്സെങ്കിൽ പോകാം. നല്ല പ്രസംഗമല്ലേ? പ്രൈസ് ദി ലോർഡ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, യേശു വന്നത് ഈ നശിച്ചു പോകുന്ന അപ്പം കൊടുത്തിട്ട്, ഇക്കരയിലെ കാര്യങ്ങൾ നടത്തി കൊടുത്തിട്ട് അവസാനം നരകത്തിൽ വിടാനല്ലേ. യേശു അക്കരയിൽ നിന്ന് ഇക്കരെ വന്നത് ഇക്കരെ ഉള്ളവരെ അക്കരെ കൊണ്ടുപോകാനാണ്. കാര്യം മനസ്സിലാക്കിയവർക്ക് കരമുയർത്തൽ ഹല്ലേലൂയ പറയാം. എന്നാൽ പുരുഷാരം ഇതാണ്. എന്താ? മറ്റൊരു കൂട്ടരുണ്ട്, അത് ശിഷ്യന്മാർ. ഇനി വാക്യങ്ങളെല്ലാം വായിക്കാൻ എനിക്ക് സമയമില്ല, ആവശ്യമുള്ളവർ നോട്ട് ചെയ്തു. സോ ആരാണ് ശിഷ്യൻ? മത്തായി 28:19 ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. അത് കേട്ട് വിശ്വസിച്ച് സമർപ്പിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എൻ്റെ ശിഷ്യന്മാരാക്കണം. അപ്പോൾ ശരിക്ക് വീണ്ടും ജനനം പ്രാപിച്ച് മരിച്ച പഴയ മനുഷ്യനെ വെള്ളമെന്ന കല്ലറയിൽ ശവമടക്കി പുതുസൃഷ്ടിയായി വചനമനുസരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന
ഗുരുവിനെ അനുഗമിക്കുന്ന ശിഷ്യനാണ് ശിഷ്യൻ. 2, ആരാണ് ശിഷ്യൻ? സ്തോത്രം. ലൂക്കോസ് 14:27 അവൻ്റെ ക്രൂശിനെ എടുത്തുകൊണ്ട് ഗുരുവിനെ അനുഗമിക്കുന്നവനാണ് ശിഷ്യൻ. യേശുവിനെ അനുഗമിക്കാൻ വരുന്നവർക്കെല്ലാം ഒരു ക്രൂശുണ്ട്. അത് യേശുവിൻ്റെ ക്രൂശ് നീ എടുക്കണ്ട, നിന്റെ ക്രൂശ് എടുത്തും കൊണ്ട് ഗുരുവിനെ അനുഗമിക്കണം. ക്രൂശ് ചുമ്മാത്തവന് കിരീടമില്ല. സ്തോത്രം. പിന്നെയും ആരാണ് ശിഷ്യൻ? സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 4:26 ഇവിടെ നോക്ക്. അവനവൻ്റെ ജീവനേക്കാൾ, അവനവനുള്ളവരെക്കാൾ, അവനവന് ഉള്ളതിനേക്കാൾ, സ്വന്തം പ്രാണനേക്കാൾ ഗുരുവിനെ സ്നേഹിക്കുന്നവനാണ് ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 12:25 അതിനെ കണ്ടവൻ ഇതിനെ കളയും, ഇതിനെ വലുതായി കണ്ടവൻ അതിനെ കളയും. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പിന്നെയും ആരാണ് ശിഷ്യൻ? കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, അതിൽ സന്തോഷം കിട്ടുന്നവരാണ് ശിഷ്യൻ. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചോ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 13:52. അപ്പോസ്തല പ്രവൃത്തി 13:52. കണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുള്ള ജീവിതം, അതിനാൽ അവർ സന്തോഷം കണ്ടെത്തി. അവനാണ് ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെയും ആരാണ് ശിഷ്യൻ? ഇങ്ങോട്ട് നോക്ക്. നല്ല ഫലം വളരെ കായ്ക്കുന്നവനാണ് ശിഷ്യൻ. യോഹന്നാൻ 15:8. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ആരാണ് ശിഷ്യൻ? സ്തോത്രം. ദൈവവചനം ഗ്രഹിച്ച് ദൈവവചനത്തിൽ, ആ വാക്യം ഒന്ന് വായിച്ചോ. യോഹന്നാൻ 8:31. യോഹന്നാൻ 8:31. സ്തോത്രം. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ റിയൽ, ഒറിജിനൽ എൻ്റെ ശിഷ്യന്മാരായി. അല്ലെങ്കിലോ വ്യാജന്മാർ, ഡ്യൂപ്ലിക്കേറ്റ്. പലർക്കും ഈ വചനത്തിൽ നിലനിൽക്കുക പ്രയാസമാണ്. ഞാൻ ചിലപ്പോൾ പറയാറുള്ളത് പോലെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പോകണമെന്നുള്ള ചിന്തയും മനുഷ്യനില്ല. സ്വന്തം മരണം വരെയുള്ള കാര്യം. ഞാൻ പറഞ്ഞാൽ ഇത്രയും കാലം എൻ്റെ ശുശ്രൂഷയിൽ അനേകർ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അവരെല്ലാം പ്രാർത്ഥനയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ കാര്യങ്ങളാണ്. ഇവിടുത്തെ കാര്യങ്ങൾ അല്ല പാസ്റ്റേ, എനിക്ക് സ്വർഗത്തിൽ പോകണം. അതിനെതിരെ എന്തൊക്കെ വന്നാലും പിടിച്ചു നിന്ന് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് എനിക്ക് സ്വർഗത്തിലെത്താൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വിഷയത്തിന് വേണ്ടി ഊസിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അതിനുവേണ്ടി കൈയടിക്കുന്ന എത്ര പേരുണ്ട്? അതിനുവേണ്ടി അന്യഭാഷ പറയുന്ന എത്ര പേരുണ്ട്? ഇതെല്ലാം ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവമക്കളോട് സ്നേഹമായി പറയട്ടെ, ഈ ദൈവവചനം നേരെ ചൊവ്വേ വായിക്കണം. വല്ല പ്രവാചകനും പറയുന്ന വല്ലതുമൊക്കെ കേട്ട് അവരുടെയൊക്കെ പുറകെ നടക്കാതെ തിരുവചനം വായിക്കണം, ഗ്രഹിക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം. വായിച്ച വാക്യം നിങ്ങൾ കേട്ടോ. എൻ്റെ വചനത്തിൽ വാസ്തവമായി നിങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാർ. നമ്മുടെ ആളുകൾ വചനവും വായിക്കില്ല, നേരെ ചൊവ്വേ ജീവിക്കത്തുമില്ല. വല്ല കാര്യവും വന്നാൽ പ്രവാചകന്മാരെ ശരണം. അതിനാണ്ട് ഒരുപാട് പ്രാവശ്യം വഞ്ചിക്കപ്പെട്ടവരുണ്ട്, ചതിക്കപ്പെട്ടവരുണ്ട്, പെട്ടുപോയവരുണ്ട്. പലരും പെട്ടാലും വെളിയിലും പറയില്ല, കാരണം പെട്ടുപോയില്ലേ. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളോടൊരു ദൂതായി പറയാം, ദൈവവചനം വായിക്കുക. എൻ്റെ കയ്യിലൊരു പുസ്തകം ഇരിപ്പുണ്ട്. ഇതിൻ്റെ ബയൻഡ് കൊള്ളാൻ കുഴപ്പമില്ല, പക്ഷെ അകത്തിരിക്കുന്ന സാധനം
1972 ഞാൻ വാങ്ങിയതാണ് ഈ പുസ്തകം. ഉദ്ദേശം എത്ര വർഷമായി കാണും? കാൽക്കുലേറ്റർ വേണമായിരിക്കും അല്ലേ, കണക്കൂട്ടെ. ആ വിട്ടേരെ. സ്തോത്രം. ഇതിനകത്തുള്ള പല പേപ്പേഴ്സും ദ്രവിച്ച് നശിച്ചൊക്കെ പോയതാണ്. അതൊക്കെ ഞാൻ സെല്ലാർ ടേപ്പൊക്കെ ഇട്ട് ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. എങ്കിലും ഈ ബൈബിളിനോട് എനിക്കൊരു പ്രത്യേകത, അതുകൊണ്ട് അതിനെ കാര്യമായി സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നതിന് കാരണം ഈ വചനത്തിലൊരു വാക്യമുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയാണ്. അടുത്ത ഭാഗം വചനം ആ ഒരു ചിന്ത അകത്തുള്ളത് കൊണ്ട് ഇത് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാറില്ല, എവിടെയെങ്കിലും കൊണ്ടിടാറില്ല. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാത്തിനേക്കാളും ഒക്കെ ഞാനിതിനെ സ്നേഹിക്കുന്നു. കൃപയാൽ ഈ പുസ്തകം 63 പ്രാവശ്യം വായിച്ചു തീർക്കുവാൻ കർത്താവ് സഹായിച്ചു. അതാ ഞാൻ പറയാം, ബൈബിള് വായിക്കണം, അതിൽ നിലനിൽക്കണം. എങ്കിൽ വാസ്തവമായി നിങ്ങളെൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ വ്യാജന്മാരാണ്. അപ്പോൾ ഇതാണ് ശിഷ്യൻ. ഇനി എല്ലാവരും നോക്ക്, ഞാൻ നിങ്ങളൊരു കൊച്ചു ചോദ്യം. ശിഷ്യനെ കുറിച്ചാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, പുരുഷാരത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഒരു പുരുഷാരത്തിലൊരാളായിരിക്കാനാണോ ഇഷ്ടം? ഒരു ശിഷ്യനായിട്ടിരിക്കാനാണോ നിങ്ങളുടെ ആഗ്രഹം? ഏതാ നിങ്ങളുടെ ആഗ്രഹം? ഒന്ന് ഉറക്കെ പറ. ശിഷ്യനായിട്ട് നിങ്ങളുടെ യഥാർത്ഥത്തിലൊരു ശിഷ്യനായിരുന്നാൽ ഗുരു നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഓടിച്ച് പറയാം, എല്ലാം വായിച്ചു പോകാൻ സാധ്യമല്ല. സ്തോത്രം. ഇക്കരയിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് ഗുരു, ശ്രദ്ധിച്ചു വെക്കണം, ഗുരു പറയുകയാണ്. ആരോട്? ശിഷ്യന്മാരോട്. പുരുഷാരത്തെ പറഞ്ഞു കേട്ടോ, അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മതി. ശിഷ്യന്മാരോട് പറഞ്ഞു, അക്കരെ നിങ്ങൾ പോകണം. എന്ത് പറഞ്ഞതല്ല, എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ഗുരുവിൻ്റെ നിർബന്ധം ആരുടെ മേൽ? ശിഷ്യൻ്റെ മേൽ. എന്തുകൊണ്ട് നിർബന്ധിച്ചു? ശ്രദ്ധിക്കൂ, ഈ ലോകവും ഈ ലോകത്തിലുള്ളതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്, നിലനിൽപ്പില്ല. 1 യോഹന്നാൻ 2:17, 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 18-ാം വചനം. ഇങ്ങോട്ടൊക്കെ, ഈ ഭൂമിയിൽ ഇക്കരെ കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇക്കരയിലുള്ളതെല്ലാം താൽക്കാലികം, അക്കരയിലുള്ളത് നിത്യം. വിശ്വസിക്കുന്നവർക്കൊരു ഹല്ലേലൂയ പറയാം. അപ്പോൾ അക്കരയിൽ നിലനിൽക്കുന്നത് എന്താണ്? ചില കാര്യങ്ങൾ ഓടിച്ചു പറയും, ശ്രദ്ധിക്കൂ. ഒന്ന്, പേരക്കരയുണ്ടെങ്കിൽ അത് നിലനിൽക്കും. യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായം 22-ാം വചനം. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ സന്തതിയും അവരുടെ പേരും നിലനിൽക്കും. ദൈവമക്കളെ, ജീവൻ്റെ ദിവസത്തിൽ പേരുണ്ടോ? ജീവൻ്റെ ദിവസത്തിൽ പേരുണ്ടോ? കുഞ്ഞാടിൻ്റെ ദിവസത്തിൽ പേരുണ്ടോ? ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങളെ കണ്ടപ്പോൾ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു. ലൂക്കോസ് 10:20 യേശു പറഞ്ഞു, അതിലൊന്നും കാര്യമില്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എങ്കിൽ സന്തോഷിപ്പീൻ. സ്നേഹത്തോടെ പറയാം, പേരെവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷിക്കേ, ഇല്ലെങ്കിൽ ദുഃഖിക്കേ. അക്കരെ പേരുണ്ടെങ്കിൽ പേരിന് നിലനിൽപ്പുണ്ട്. ഇവിടെ പലരുടെയും പേര് ഇവിടെയാണുള്ളത്. അതെത്ര വലിയ പുള്ളിയായാലും ബൈബിൾ പറയുന്നു, ദൈവത്തെ അംഗീകരിക്കാത്തവരും അംഗീകരിച്ചിട്ട് ഉപേക്ഷിച്ചവരുമുണ്ട്. 2 കൂട്ടരെയും കുറിച്ച് ബൈബിൾ പറയുന്നു. യിരെമ്യാവ് 17:13, അവരെ ഞാൻ മണ്ണിലെഴുതി വയ്ക്കും. മരത്തിലോ മണ്ണിലോ കല്ലിലോ ഇരുമ്പിലോ വെള്ളിയിലോ പൊന്നിലോ ഇവിടെ എഴുതി വയ്ക്കും. എന്നാൽ യഥാർത്ഥ ശിഷ്യൻ്റെ പേര് അക്കരെ ജീവപുസ്തകത്തിൽ എഴുതി വയ്ക്കും. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ. പിന്നെ ഈ അക്കരയിലെ പ്രത്യേകത എന്താണ്? നിലനിൽക്കുന്നത് എന്താണ്?
ബൈബിൾ പറയുന്നു നമുക്കവിടെ ഒരു തേജസ്സിൻ്റെ ശരീരം കിട്ടും. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15:49 നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും. ഈ മണ്ണായ ശരീരത്തിലുള്ള രോഗം, ദുഃഖം, വേദന, ദാഹം, വിശപ്പ്, ശരീരത്തിൻ്റെ പ്രകൃതിയുടെ മാറ്റങ്ങൾ, വാർദ്ധക്യം, കഷ്ടമാണ്. സ്തോത്രം. എന്നാൽ എന്തുകൊണ്ട്? ഇത് മണ്ണിൽ ഈ ശരീരത്തിൽ രക്തമുള്ളതുകൊണ്ടാണ്. എന്നാൽ രക്തമില്ലാത്ത ഒരു തേജസ്സിൻ്റെ ശരീരം, എന്നും ഒന്നുപോലെ ഇരിക്കുന്ന ശരീരം സ്വർഗത്തിൽ നമുക്കുണ്ട്, അക്കരെ നമുക്കുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത് ഫിലിപ്പിയർ 3:20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വന്ന് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രത്യാശയുള്ള ദൈവമക്കൾ കരം പൊക്കി ഹല്ലേലൂയ. സ്തോത്രം. ഒരു തേജസ്സിൻ്റെ ശരീരം അത് നിലനിൽക്കുന്നതാണ്. 3, നമുക്ക് യഥാർത്ഥ ശിഷ്യന്മാർക്ക് ഒരു വീട് അവിടെയുണ്ട്. 2 കൊരിന്ത്യർ 5:1 കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണി അല്ലാത്തതായി നിത്യഭവനം, നിത്യഭവനം, ദൈവത്തിന് ദാനമായ കെട്ടിടം. ദൈവമക്കളെ, ഇവിടെ ഏത് വീടാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അത് കൂടാരമാണ്. അത് മൺകട്ട കെട്ടിയതായാലും ഓടുമേഞ്ഞതായാലും ഓലമേഞ്ഞതായാലും കോൺക്രീറ്റ് ആയാലും അതിൽ കൂടിയ സാധനമായാലും എത്രയായാലും മണ്ണാണ്, മൺകൂടാരമാണ്. ഇത് പൊളിയും. അതുകൊണ്ട് വീടില്ലാത്തവർ ഭാരപ്പെടേണ്ട. സ്വർഗത്തിൽ വീടുണ്ടെങ്കിൽ, പിന്നെ സ്വർഗത്തിൽ വീടുണ്ടെങ്കിലും ഗൾഫിലുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ ഒരു മുറിയെങ്കിലും ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴാണ് ഇവരിവിടെ നിന്ന് നിങ്ങളെ ചവിട്ടി പുറത്താക്കുമെന്ന് അറിഞ്ഞൂടാ. അന്ന് നാട്ടിൽ പോയി അലഞ്ഞ് നടക്കാതെ പഴയ ഗൾഫുകാരനായിരുന്നു, കയറി കിടക്കാൻ ഇടവില്ല, അങ്ങനെ പറയാതിരിപ്പോൾ ഒരു മുറിയെങ്കിലും, ഒരുപാട് വേണ്ട കേട്ടോ. സ്തോത്രം. ഇല്ലാത്തവരും ഭാരപ്പെടേണ്ട. അവിടെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സ്തോത്രം, സ്വർഗത്തിലൊരു വീടുണ്ട്. ആ പ്രത്യാശയത്തിലൂടെ അകത്തുണ്ട്. സന്തോഷത്തോടെ കരം ഉയർത്തി സ്തോത്രം, 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 സ്തോത്രം. പിന്നെയും സ്വർഗത്തിൽ എന്താണുള്ളത്? വീട് അവിടെയാണെങ്കിൽ നമ്മുടെ സമ്പത്തും അവിടെ തന്നെയാണ്. എബ്രായർ 10:34 സ്വർഗത്തിൽ നിൽക്കുന്ന സമ്പത്ത് നിങ്ങൾക്കുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ എങ്ങനെയുള്ള സമ്പത്ത്? നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. നിങ്ങൾക്ക് അവിടെ വല്ലതും ഉണ്ടോ? സമ്പത്തേ വല്ലതോടെ നിക്ഷേപിച്ചിട്ടുണ്ടോന്ന്? നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം. അല്ലെങ്കിൽ അവിടെ ചെന്നാൽ ചുമ്മാ വെറുങ്കയായിട്ട് നിൽക്കേണ്ടി വരും. വല്ലതുമൊക്കെ അവിടെ ഇട്ടേക്കണം കേട്ടോ. യേശു പറഞ്ഞു മത്തായി 6:19-20 പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ ഇങ്ങോട്ട് സമയത്തിൻ്റെ ഒരു പങ്ക്, ആരോഗ്യത്തിൻ്റെ ഒരു പങ്ക്, ദൈവം നിങ്ങൾക്ക് തന്ന പണത്തിൻ്റെ ഒരു പങ്ക് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ദൈവമക്കളെന്ന് പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഗുരുവിൻ്റെ ആഗ്രഹമാണ് നിങ്ങൾ കൂട്ടായ്മകൾ മുടക്കാതിരിക്കണമെന്നുള്ളത്. ഗുരു ശിഷ്യന്മാരോട് നിങ്ങൾ ചിലർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരാധന എന്ത് ചെയ്യരുത്, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരോടെങ്കിലും ഞാൻ പറയട്ടെ, ഇങ്ങോട്ടൊക്കെ എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ തക്കതായ കാരണം ഇല്ലെങ്കിൽ ആരാധന മുടക്കരുത്. നിങ്ങളുടെ കാര്യങ്ങൾ ചിലത് മുടക്കിയാലും ജീവൻ്റെ കാര്യം നിങ്ങൾ മുടക്കരുത്. നിത്യതയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ്. അതിനെ ഒരുമാതിരി ഉദാസീനതയോടെ കാണുകയും അരുത്.
ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രയും പറയാൻ എനിക്ക് സമയമുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശരി, പിന്നെ സ്വർഗത്തിൽ എന്തുണ്ട്? ബൈബിൾ പറയുന്നു പുതിയ ആകാശം, പുതിയ ഭൂമി. നമ്മൾ വായിച്ചു നേരത്തെ ആ വാക്യം ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. യെശയ്യാ 66:22. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി എൻ്റെ മുമ്പിൽ നിലനിൽക്കും. ഈ കാണുന്നതിന് നിലനിൽപ്പില്ല. സ്തോത്രം. ഉണ്ടാക്കപ്പെടാൻ പോകുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും നിലനിൽപ്പുണ്ട്. സ്തോത്രം. 2 Corinthians 2 Petrus 3:13. നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് സന്തോഷമുണ്ടെങ്കിൽ കരം പൊക്കിയൊരു ഹല്ലേലൂയ. ഒരു കൊച്ചു ചോദ്യം സഹോദരിമാരോട്. ഒന്നാമത്തെ വാഗ്ദത്തം ഏതാണ്? നിങ്ങളുടെ സമയം കഴിഞ്ഞു സഹോദരന്മാരെ. ആരോ പറഞ്ഞു നിത്യജീവൻ. തീത്തോസ് 1:2. സകലകാലത്തിനും മുമ്പേ പോഷ്കില്ലാത്ത ദൈവം വാഗ്ദത്തം ചെയ്ത് നിത്യജീവൻ. ഒരു ചോദ്യം കൂടെ, അവസാനത്തെ വാഗ്ദത്തം ഏതാണ്? സഹോദരന്മാർ പറഞ്ഞേ. 2 Petrus 3:13. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും പിന്നെ സ്വർഗരാജ്യവും. പിന്നെ വാഗ്ദത്തത്തിൻ്റെ ആവശ്യമില്ല. നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം കാത്തിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് പോകാനാണ് യേശു നിർബന്ധിക്കുന്നത്. ഗുരു ശിഷ്യന്മാരെല്ലാം അങ്ങ് പോകണം. സഹോദരം, ഒരു കാര്യം കൂടെ, അക്കരയിലുള്ള നഗരം അഥവാ നമ്മുടെ വീട് അത് നിലനിൽക്കും. എബ്രായർ 13:14. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. വെളിപ്പാട് 21:2. സഹോദരം, സ്വർഗീയ എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട പുതിയ ആകാശം പുതിയ ഭൂമിയിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഇറങ്ങി വരും. ഒറ്റ വീട്. എത്ര? 1200 നാഴിക നീളം, വീതി, ഉയരം. ഞാനിതൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴത്തെ ദൈവദാസന്മാർ വരെ എന്നോട് പറയണം, പാസ്റ്റേ ഇതൊക്കെ പറഞ്ഞ ആളുകളെ ഇട്ടൊക്കെ കൊതിപ്പിക്കരുത്, ഇതൊക്കെ ഒരു ഭാവനയാണെന്ന്. ഏത് സ്വർഗരാജ്യവും ഈ 1200 നാഴിക നീളം, വീതി, 1200 നാഴിക പൊക്കം, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ അങ്ങ് ആശിപ്പിക്കരുതേ പാസ്റ്ററെ. നിങ്ങൾക്കും അങ്ങനെയാണോ തോന്നുന്നേ? ബൈബിളിൽ എഴുതിയിരിക്കുന്ന സത്യമാണോ? ഒരു മണ്ടനെ പോലെ സത്യം എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ശക്തമായ ഒരു ഹല്ലേലൂയ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസിക്കാം. ഇത് വിശ്വാസ യോഗ്യം. ഈ വചനം വിശ്വാസ യോഗ്യം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അക്കരയിൽ ഇതൊക്കെ ഉണ്ട്, ഇത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ശിഷ്യന്മാരെ നിർബന്ധിക്കുന്നു, അക്കരെ വയ്ക്കണം. ഇക്കരെ നിന്ന് ചവണ്ടിയെ കൊണ്ട് നേരം കളയാതെ അക്കരയ്ക്ക് ലക്ഷ്യമാക്കി യാത്ര ചെയ്യും. വഴിയിൽ ഉറങ്ങാതെ, വഴിയിൽ ഉഴപ്പാതെ, ഇവിടത്തെ വല്ലതും കണ്ടിട്ട് ലോത്തിനെ പോലെ ഇത് കൊള്ളാം, ഇവിടം മതി, ഇക്കരെ കൊള്ളാം എന്ന് ചിന്തിക്കാതെ നിലനിൽപ്പില്ല. അക്കരെ. ഇനി ശ്രദ്ധിക്കൂ, ശിഷ്യന്മാരെ കുറിച്ച് ഗുരുവിൻ്റെ ആഗ്രഹം എന്നാണ്. 3 കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. മത്തായി 10:25. മത്തായി 10:25. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അപ്പോൾ ഗുരുവിൻ്റെ ആഗ്രഹം എന്താ? ശിഷ്യൻ ആരെ പോലെ ആകണം? എല്ലാവരും എന്നെ നോക്കിക്കേ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഗുരുവിനെ പോലെ ആകാൻ പറ്റില്ല. ഗുരുവിൻ്റെ വേഷം കെട്ടാൻ നമുക്കറിയാമോ? പലരും ഇന്ന് ഗുരുവിനെ പോലെ ആകാൻ ആകൃതി കെട്ടിയുണ്ടാക്കുന്നവരുണ്ട്. അബദ്ധമാണ്. ആകൃതിയല്ല വേണ്ടത്, പ്രകൃതി. ക്രിസ്തുവിനെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ആഗ്രഹം. സഹോദരം, 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നതായ ശിഷ്യൻ ഗുരു ഇവിടെ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സും നമുക്ക് വേണം. ഗുരുവിൻ്റെ സ്വഭാവവും ഗുരുവിൻ്റെ മനസ്സും ശിഷ്യന് വേണം. ഹല്ലേലൂയ. ഗുരു ഇവിടെ വഴക്കുണ്ടാക്കിയെങ്കിൽ നമുക്കും വഴക്കുണ്ടാക്കാം.
ഗുരുവിടെ ആരെങ്കിലും പിണങ്ങിയിരുന്നെങ്കിൽ നമുക്കും പിണങ്ങാം. ഗുരുവിടെ ആരെങ്കിലും ചീത്ത വിളിച്ചെങ്കിൽ നമുക്കും ചീത്ത വിളിക്കാം. ഗുരു കള്ളം പറഞ്ഞ് നടന്നെങ്കിൽ നമുക്കും ആകാം. ഗുരു ചെയ്യാത്തതൊന്നും ചെയ്യരുത്. ഗുരു ചെയ്തതേ ചെയ്യാവൂ. കേട്ടോ എല്ലാവരും? രണ്ടാമത്തെ ഗുരുവിൻ്റെ ആഗ്രഹം, ഗുരുവിൻ്റെ ആകൃതി നമ്മൾ പ്രാപിക്കണം. 1 യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഗുരു പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ നമ്മൾ കാണുന്നതാകൊണ്ട് നാം അവനെ പോലെ സദൃശ്യന്മാരാകും. നാം യേശുവിനെ പോലെയാകും. നാം യേശുവിനെ പോലെയാകും. വിശ്വസിക്കുന്നവർക്ക് കരം പൊക്കി ഹല്ലേലൂയ പറയാം. നമ്മൾ യേശുവിനെ പോലെയാകും. സ്തോത്രം. ദൈവവചനം പറയും, നമ്മുടെ ഗുരു രാജാതി രാജാവായിരിക്കും അവിടെ. അങ്ങനെയെങ്കിൽ ശിഷ്യനാരായിരിക്കും? വെളിപ്പാട് 22:5 രാജാവായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, സങ്കടമാ. ശിഷ്യനാരെ പോലെ ഇരിക്കും? ഗുരുവിനെ പോലെ ഇരിക്കും. ഗുരു ആരായിരിക്കും? രാജാതി രാജാവ്. ശിഷ്യനാരായിരിക്കും? എടാ, ഈ പദവിയെ കേട്ടിട്ട് നിങ്ങൾക്കൊരു മുഖത്തൊരു വെട്ടമില്ലല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കൂ, ഗുരുവിൻ്റെ ആഗ്രഹം. ഗുരു ഇരിക്കുന്ന മഹത്വത്തിൽ, അതേ മഹത്വത്തിൽ ഗുരുവിനോടൊപ്പം ശിഷ്യനും ഇരിക്കണം. യോഹന്നാൻ 17:24. നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന്, എനിക്ക് തന്നിട്ടുള്ള എന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന്, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ, ഞാൻ ഇരിക്കുന്ന മഹത്വത്തിൽ എന്റെ ശിഷ്യന്മാർ എന്നോടൊപ്പം ഇരിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഓ, എത്ര വലിയ ഭാഗ്യമാണ്. യേശു ആകുന്ന ഗുരു ഇരിക്കുന്ന മഹത്വത്തിൽ സ്വതന്ത്രം ശിഷ്യന്മാരും ഒപ്പം ഇരിക്കാൻ പോവുകയാണ്. ഇതാണ് ശിഷ്യനെ കുറിച്ചുള്ള ഗുരുവിൻ്റെ പദ്ധതി. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുന്നു, അക്കരെ പോകുമെന്ന്. നിർബന്ധമാണേ, നിർബന്ധമാണേ, നിർബന്ധമാണേ. അക്കരയ്ക്ക് പോകുവേ. ഹല്ലേലൂയ. ഇക്കരെ നമുക്കൊന്നുമില്ല. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ്. ഞാനൊരു വാക്ക് ചോദിച്ചുകൊണ്ട് നിർത്തിക്കോട്ടെ. ഇവിടെ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, ആരൊക്കെ അവഗണിച്ചാലും, ആരും അംഗീകരിച്ചില്ലെങ്കിലും, അവിടെ ഗുരുവിനോടൊപ്പം മഹത്വത്തിൽ, ഗുരുവിനോടൊപ്പം മഹത്വത്തിൽ ഇരിക്കേണ്ടതിന് ഇവിടെ ഗുരുവിൻ്റെ സ്വഭാവമുള്ളവരായി, ഗുരുവിൻ്റെ മനസ്സുള്ളവരായി, ഇനി നോക്ക്, ഒരു നല്ല ശിഷ്യനായിരിക്കാൻ, ഒരു നല്ല ശിഷ്യയായിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരം നേരെ ഉയർത്ത്. ശ്രദ്ധിക്കൂ, കരം ഉയർത്തിയത് ഒരു സത്യമെങ്കിൽ ആ 2 കരം ഒന്ന് നെഞ്ചിലോട്ട് പോയി. സ്വർഗീയ പിതാവേ, ഒരു നല്ല ശിഷ്യനായി, ഒരു നല്ല ശിഷ്യയായിരിക്കാൻ ഈ നെഞ്ചിൽ കൈവച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സഹായിക്കണം. അക്കരയിൽ അവർ വന്നെത്തണം. ഗുരുവിനെ പോലെയായി ഗുരുവിനോടൊപ്പം അവിടെ ഇരിക്കേണ്ടതിന് ഇവിടെ ഗുരുവിൻ്റെ സ്വഭാവമുള്ളവരായി, ഗുരുവിൻ്റെ മനസ്സുള്ളവരായി ജീവിപ്പാൻ ഈ ജനത്തെ സഹായിക്കണം. ദൈവദാസനെയും കുടുംബത്തെ ശുശ്രൂഷയും മാനിക്കണം. സഭയെ അനുഗ്രഹിക്കണം. പുത്രപരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. വിശ്വാസ
പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് ആമേൻ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട വിവിടെയല്ല അവിടെ ഞാൻ പരദേശവാസിയാണല്ലോ എന്റെ ദേശവും വിവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ അക്കരെയാണ് എന്റെ ശാശ്വത നാട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് അക്കരെയാണ് എന്റെ ശാശ്വത നാട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട് കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട് യാത്രയും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്രയും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്രയും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ശിഷ്യന്മാരെ തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു അക്കരെ നാടിനെ കുറിച്ചുള്ള പ്രത്യാശയുള്ളവരായി നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ആമേ നാം തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അനേകരെ ശിഷ്യന്മാരാക്കി തീർക്കുവാൻ തക്കവണ്ണം ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമുക്ക് ഉപദേശിച്ചു തന്നതുപോലെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയോ പ്രമാണിപ്പാർന്ന് കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്നെ ശിഷ്യരാക്കിക്കൊള്ളുവീനെന്ന് പറഞ്ഞ പ്രകാരം ശിഷ്യരാക്കുവാനുള്ള വാഞ്ചയുള്ളവരായിരിക്കാന് ശിഷ്യന്മാരായി തീരുവാന് കർത്താവ് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്വന്തം ജീവനെ വഹിക്കുന്നവൻ ആമേ വഹിക്കാത്തവനാരും എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലോ. ഹല്ലേലൂയ. ശിഷ്യന്മാർ സന്തോഷവും ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും പ്രാപിച്ചവരായി തീരണമെന്ന് ഈ രാത്രികാല കർത്താവ് നമ്മെ കേൾപ്പിച്ചതിനായി നല്ല ഫലം കായ്ക്കുന്നവരായി തീരണമെന്ന് വചനത്തിൽ നിൽക്കുന്നവരായി തീരണമെന്ന് കർത്താവ് നമ്മെ കേൾപ്പിച്ച് ഉറപ്പിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കാണുന്നതെല്ലാം താൽക്കാലികമാണ്. കാണാതെ ആ നിത്യതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ നിത്യജീവന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്വർഗീയന്റെ പ്രതിമ ധരിച്ച് ഹല്ലേലൂയ കാഴ്ചയുള്ള ശരീരം മാറി അദ്രവത്വമുള്ള ശരീരം
ശരീരം മാറി മഹത്വമുള്ള ഒരു ശരീരം പ്രാപിക്കണമെന്നുള്ള പ്രത്യാശയോട് നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ കരുതിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഗുരുവിനെ പോലെ ഗുരുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ, അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. രാത്രികാലം കർത്താവിന്റെ ദാസനെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ചുവല്ലോ. വീണ്ടും ആരോഗ്യത്തോടെ ബലത്തോടെ ആമേൻ കർത്താവ് അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദാസനെ ശക്തീകരിക്കേണ്ടതിനായിട്ട്, തന്റെ ശുശ്രൂഷയെല്ലാം അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട്, തന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കടന്നെനിക്ക് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത് ആയിരിക്കും സഹോദരി സഹോദരന്മാരുണ്ടല്ലോ, അവിടെ എല്ലാം വിഷയത്തിന്മേൽ കർത്താവ് നടകൊള്ളുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. നമ്മത്തിനെ താഴ്ത്തി ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കരുണാവാനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ നല്ല രാത്രികാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിന്റെ മറവില് കർത്താവ് ഞങ്ങളെ മറച്ചതിനാൽ സ്തോത്രം. ആമേൻ. കർത്താവിനെ പാടി സ്തുതിപ്പാൻ കർത്താവ് തന്ന നല്ല സങ്കീർത്തനത്തെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ആമേൻ. പ്രാർത്ഥനാ വിഷയം ആമേൻ ഹല്ലേലൂയ സഭയിലെ സാക്ഷ്യമായി പറഞ്ഞവരുണ്ട്. അവരുടെ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് സാജംബദറിന്റെ മമ്മിയെ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലിനായി ആശ്വാസത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. സാജം ബ്രദർ നാട്ടിൽ കടന്നു പോയിരിക്കുന്നല്ലോ. സമയത്തെല്ലാം കർത്താവ് പൊതിഞ്ഞാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച ആമേൻ അപ്പോസ്തലനെ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. തന്റെ ജീവനുള്ള സാക്ഷ്യത്തെ കേൾപ്പാൻ ആമേൻ കർത്താവേ, രാത്രി ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ആമേൻ. ആ ഒരു യഥാർത്ഥ ശിഷ്യത്വം കർത്താവെ ഞങ്ങൾ ആത്മാവിൽ റിസീവ് ചെയ്തവരായി ആമേൻ കർത്താവിന്റെ ഹിതമനുസരിച്ച് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഹല്ലേലൂയ പിന്മാറുന്നവരായിട്ടല്ല കർത്താവേ, ആമേൻ മുന്നോട്ടായുവാൻ ആ ഇക്കരെയുള്ള നാട്ടിനെ അല്ല കർത്താവേ, അക്കരെയുള്ള നാടിനെ പ്രത്യാശ വെച്ച് കർത്താവ് ഒരുക്കിയ വാഗ്ദത്തങ്ങൾ അവകാശം പ്രാപിക്കത്തക്ക അളവിൽ ആമേൻ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ, വാസ്തവമായി ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായി മാറുവാൻ ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ ഹല്ലേലൂയ. ആ നിത്യതയിൽ അവകാശമുള്ളവരായി ആമേൻ മാറട്ടെ കർത്താവേ. സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഉത്തമ സമ്പത്ത് അത് പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളെ കർത്താവ് ഇടയാക്കണമേ. ആരും തള്ളപ്പെട്ടു പോകുവാൻ ഇടവരരുത് കർത്താവേ. ആമേൻ ഹല്ലേലൂയ. ലജ്ജിതരായി തീരുവാൻ ഇടവരരുത് കർത്താവേ. ആമേൻ. നിന്റെ ഹിതപ്രകാരം വചനം കേട്ട എല്ലാവരുടെ മേലും ആമേൻ ആ ദൈവീക വ്യാപാരം ഒരാത്മാവിന്റെ വലിയ പുഷിങ് ആമേൻ. ആ യേശു പറഞ്ഞ വാക്ക് അക്കരെ പോകാം നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുന്നത് പോലെ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ, അനേകരോട് സുവിശേഷം പറയുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നു. പിരിയാത്ത ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ദൈവത്തെ സ്തുതിക്കാം. സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിശിഷ്യാൽ അവിടുത്തെ അഭിഷേകത്തിനോടും കുടുംബത്തോടും ശുശ്രൂഷകളോടും കടന്നു പോകുന്ന ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ